ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ ഓൺലൈൻ ആപ്പിലൂടെ സെക്രട്ടേറിയറ്റ് ആരംഭം എന്ന കോഴ്സും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സും ആരംഭിച്ചിരുന്നു. ഈ രണ്ട് കോഴ്സുകളും ആരംഭിക്കുന്ന വിവരം യൂട്യൂബിലൂടെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ നൽകിയിരുന്ന ഒരു ഉറപ്പാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മുമ്പ് PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിലിമിനറി സിലബസ് പൂർണ്ണമായിട്ടും ഞങ്ങൾ കവർ ചെയ്യുമെന്ന്. സിലബസ് കൃത്യമായി കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സിലബസിലെ ഒരു ചെറിയ ഭാഗം പോലും നമ്മൾ ഒഴിവാക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യില്ല. പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് അഡ്മിഷൻ എടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിനകം മനസ്സിലായിട്ടുണ്ട്, ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളിലും ഞങ്ങളുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് കഴിഞ്ഞു. ആ വിവരം ഞങ്ങളുടെ ഓൺലൈൻ ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അവർക്ക് വേണ്ടി മാത്രം ചെയ്താൽ പോരെ എന്ന് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ എന്തിനാണ് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഓരോ കോഴ്സിന്റെയും പരസ്യം ഞങ്ങൾ യൂട്യൂബിലൂടെ പബ്ലിക് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികളും കാണും, അഡ്മിഷൻ എടുക്കാതെ പോയ ഉദ്യോഗാർത്ഥികളും കാണും. അപ്പോൾ നമ്മൾ നൽകുന്ന ഉറപ്പുകൾ എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾക്കൊരു സംശയം വരാം അഡ്മിഷൻ എടുക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക്. അവർക്ക് വരാൻ പോകുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും ഞങ്ങളുടെ ഈ കോഴ്സ് കംപ്ലീഷൻ വീഡിയോ. അതിനേക്കാൾ ഉപരി, ഞങ്ങളുടെ കോഴ്സിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല, മറ്റു രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് സിലബസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വസ്തുതകളാണ് ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്ന ഒരു വിവരം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കും. കാരണം നിങ്ങൾ ഏതൊക്കെ മേഖല പഠിച്ചു, ഈ മേഖലയൊക്കെ പഠിക്കണമായിരുന്നോ, ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ കൃത്യമായി പറയുകയും ചെയ്യും. അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഈ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷയുടെ ഓരോ സബ്ജക്റ്റിന്റെയും സിലബസും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കോഴ്സിൽ നൽകിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോയുടെ ഡീറ്റെയിൽസും ഓരോ മേഖലയിലും വിദഗ്ധരായ അധ്യാപകർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആദ്യം എന്റെ സെഷനാണ്. എന്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യാപകൻ എത്തും. അങ്ങനെ നമ്മുടെ ടീമിലുള്ള എല്ലാ അധ്യാപകരും ഓരോ വിഷയവും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതിൽ പ്രധാനപ്പെട്ടത് ഏതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിവരം നൽകുകയും ചെയ്യും. നമ്മൾ ഉടൻ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ കോഴ്സും ആരംഭിക്കും. അതും കൃത്യമായി പരീക്ഷയ്ക്ക് മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മെയിൻസ് പരീക്ഷയ്ക്ക് മുമ്പും ഇതുപോലൊരു വീഡിയോ ചെയ്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയ ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുക, മെയിൻസിന് വേണ്ടി അഡ്മിഷൻ എടുക്കുക. പ്രിലിംസ് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഞങ്ങളോടൊപ്പം തന്നെ തുടരുമെന്ന് 100% നമുക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ കോഴ്സിൽ നമുക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കോഴ്സിലെ ഓരോ സബ്ജക്റ്റുകളും അതിന് നൽകിയ ക്ലാസ്സുകളുടെയും വിവരങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. മറ്റു ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഇത് കാണുക, കാരണം നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടിയിരുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാവും. നമ്മൾ ആദ്യം കടക്കുന്നത് ഡീറ്റെയിൽഡ് സിലബസ് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയുടെ സിലബസ് ഇതായിരുന്നു: അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ചരിത്രം മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് അതായത് ദേശീയ പ്രസ്ഥാനം ഇൻ കേരള, ലിറ്ററസി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകൾ, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള 1956. ഇത്രയുമാണ് കേരള ഹിസ്റ്ററിയിൽ സിലബസിൽ തന്നിട്ടുള്ള മേഖലകൾ. ഇത് ഞങ്ങളുടെ കോഴ്സിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആണ്. ഓരോന്നായി പരിശോധിക്കാം. ആദ്യം അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. മൊത്തം നമ്മൾ 13 ക്ലാസ്സുകളാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകിയത്. അതിൽ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 പാർട്ട് വീഡിയോ ഞങ്ങൾ നൽകിയിരുന്നു. ഇതിൽ ഒരു പാർട്ട് യൂട്യൂബിലൂടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്നു.
പിന്നെ അതിനുശേഷം ഡച്ചുകാർ എന്ന് പറയുന്ന മേഖല, അത് 2 ക്ലാസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം നൽകിയതിനു ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മുന്നേറ്റങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയി പഠിച്ചു. പഴശ്ശി സമരങ്ങൾ, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവും സംഭാവനകളും അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും പഠിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനം ഫ്രഞ്ചുകാർ. അങ്ങനെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം 13 ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ചരിത്രം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള മേഖല 14 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. 14 ക്ലാസ്സുകൾ. അതിൽ 12 രാജാക്കന്മാരാണ് വരുന്നത്. മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകളായിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ. അങ്ങനെയാണ് 14 ക്ലാസ്സുകൾ വന്നത്. ഇതാ നോക്കൂ, തിരുവിതാംകൂറിന്റെ അടിസ്ഥാന വസ്തുതകൾ ആദ്യം പഠിച്ചു. മാർത്താണ്ഡവർമ്മ മാത്രം 2 പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ ധർമ്മരാജ, അവിട്ടം തിരുനാള്, റാണി ഗൗരി ലക്ഷ്മി ഭായി, പാർവതി ഭായി, സ്വാതി തിരുനാൾ. PSC പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർത്താണ്ഡവർമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് സ്വാതി തിരുനാളാണ്. ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മി ഭായി, അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ. എല്ലാ മഹാരാജാക്കന്മാരെ കുറിച്ചും വളരെ വ്യക്തമായിട്ടാണ് ക്ലാസ് നൽകിയിരിക്കുന്നത്. കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം പിന്നീട് സിലബസിൽ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ്. കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങൾ. അതിൽ 7 സെഷൻ, 7 ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നൽകി. ഒന്നാമത്തെ ക്ലാസ്സിൽ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളായിരുന്നുവെങ്കിൽ 2024 100-ാം വർഷം ആചരിച്ച വൈക്കം സത്യാഗ്രഹം എന്ന വളരെ വലിയ പ്രക്ഷോഭത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് തന്നിട്ടുള്ളത്. ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ട് വൈക്കം സത്യാഗ്രഹം നല്ലതായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ കൽപ്പാത്തി സമരം, ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവയെ കുറിച്ച് പഠിച്ചു. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗുരുവായൂരാണ്. അതിനുശേഷം നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിനുശേഷം ഏറ്റവും അവസാനം നടന്ന പ്രക്ഷോഭങ്ങളായ കുട്ടംകുളം പ്രക്ഷോഭം, പാലിയം സത്യാഗ്രഹത്തെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല അതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചാന്നാർ ലഹള. ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രക്ഷോഭങ്ങൾ പഠിച്ചെടുത്തത്. അതിനുശേഷം നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം 15 ക്ലാസ്സുകളാണ് തന്നത്. 15 ക്ലാസ്സുകൾ. അതിൽ നമ്മൾ ആദ്യം തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ചു. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പൗരസമത്വവാദ പ്രക്ഷോഭം, ഏറ്റവും ഇമ്പോർട്ടന്റ് നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദവർണ്ണ പ്രക്ഷോഭം, കടയ്ക്കൽ സമരം, കല്ലറ പാങ്ങോട് സമരം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പുന്നപ്ര വയലാർ സമരം. ഇതിന്റെ ഒക്കെ ക്ലാസ്സുകളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുള്ളത്. തിരുവിതാംകൂർ നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം കൊച്ചിയിലെ നാഷണൽ മൂവ്മെന്റ്, വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, തിരുവിതാംകൂറിനെയും കൊച്ചിയെയും അപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തിപ്പെട്ടത് മലബാറിലായിരുന്നു. അതുകൊണ്ട് മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചു. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ, മലബാർ കലാപം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഉപ്പ് സത്യാഗ്രഹം മലബാറിലെ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത മൊറാഴ സമരം, കയ്യൂർ സമരം, കീഴരിയൂർ ബോംബ് കേസ്, ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ 1946 മലബാറിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ. അങ്ങനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിച്ചതിനു ശേഷം പിന്നീട് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്നൊരു മേഖലയുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ 4 ക്ലാസ്സിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേശീയ പ്രസ്ഥാനം നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി. ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകൾ. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ക്ലാസ്സുകളായി എടുത്തിരുന്നു. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ സാഹിത്യ സ്രോതസ്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ ഫാക്ടുകളാണ്. പിന്നീട് സഞ്ചാരക്കുറിപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളം സന്ദർശിച്ച സഞ്ചാരികൾ കേരളത്തെ കുറിച്ച് എന്ത് പരാമർശിച്ചിരിക്കുന്നു, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് 2ാമത്തെ സെഷനിൽ. 3ാമത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസനങ്ങൾ. അങ്ങനെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകൾ എന്ന മേഖല 3 സെഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം. അറിയാലോ, മിക്കവാറുള്ള എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന മേഖല ഒരു ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒറ്റ ക്ലാസ്സിൽ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, 1956 ശേഷമുള്ള കേരള ചരിത്രം.
മൊത്തം 10 ക്ലാസ് ആണ് നമ്മൾ അതിനു വേണ്ടി നൽകിയത്. അതിൽ ഒന്നാം കേരള നിയമസഭയെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, പിന്നെ വിമോചന സമരം, കേരളത്തിലെ മുഖ്യമന്ത്രിമാരും അവരുടെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്ന് പറഞ്ഞ് 2 പാർട്ട്, അങ്ങനെ മൊത്തം 10 ക്ലാസ്സുകളാണ് ഞങ്ങൾ ഈ ടോപ്പിക്കിൽ തന്നത്. ഇതാണ് കേരള ഹിസ്റ്ററിയുടെ PSC പ്രസിദ്ധീകരിച്ച സിലബസ് പ്രകാരം ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നൽകിയ ക്ലാസ്സുകൾ. ഇതിനൊക്കെ പുറമെ അഡീഷണൽ ആയിട്ട് +2 പഠിക്കാനുള്ള കേരള ചരിത്രത്തിലെ 2 അധ്യായങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം എന്ന് പറയുന്ന മേഖലയും കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായവും, അങ്ങനെ 2 ചാപ്റ്ററാണ്. ആധുനിക പൂർവ്വ കേരളവും കേരളം ആധുനികതയിലേക്കും. അതിനുവേണ്ടി 13 ക്ലാസ്സുകൾ അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ആധുനിക പൂർവ്വ കേരളവും കേരളം ആധുനികതയിലേക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് 13 ക്ലാസ്സുകൾ ഞങ്ങൾ നൽകി. ഇങ്ങനെ കേരള ഹിസ്റ്ററി പൂർണ്ണമായിട്ടും കവർ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ അവലംബമായി എടുത്തിരുന്നത് പ്രധാനമായും ശ്രീ A. ശ്രീധരമേനോൻ സാറിന്റെ കേരള ചരിത്രം എന്ന ഗ്രന്ഥമായിരുന്നു. ആ ഗ്രന്ഥത്തിൽ ഒരു PSC പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായ എല്ലാ ഫാക്റ്റുകളും ക്ലാസ്സുകളിൽ നൽകിയിരുന്നു. അതിന് പുറമെ SCERT അധ്യായങ്ങളും ഹയർ സെക്കൻഡറി അധ്യായങ്ങളും ഉൾപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയാണ് എല്ലാ ക്ലാസ്സുകളും നൽകിയിരുന്നത്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന മേഖല വളരെ ആത്മാർത്ഥയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഞങ്ങളുടെ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട അടുത്ത 2ാമത്തെ വിഷയം വേൾഡ് ഹിസ്റ്ററി ആയിരുന്നു. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിൽ കൃത്യമായിട്ട് സിലബസിലോട്ട് പോവാം. ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, പക്ഷെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ക്ലാസ് കാണുന്ന ആൾക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ലാസ്സേ ഉള്ളൂ. ഒറ്റ ക്ലാസ് ആണ്, പക്ഷെ ദൈർഘ്യമേറിയ ക്ലാസ് ആണ്. അത് കട്ട് ചെയ്യാതെ ഒറ്റ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. കൃത്യമായി പഠിക്കുക. ഇത് യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിനും ഇത് കാണാൻ കഴിയും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. ഇനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, രാജേഷ് സാറാണ് ഈ മേഖല കൈകാര്യം ചെയ്തിരിക്കുന്നത്. 5 ക്ലാസ്സുകളിലായിട്ട് അദ്ദേഹം ഈ ക്ലാസ് എടുത്തിരിക്കുന്നു. 10ാം ക്ലാസ് വരെയുള്ള SCERT അധ്യായങ്ങളും +2 പഠിക്കാനുള്ളതും അതുപോലെ ഡിഗ്രിക്ക് പഠിക്കാനുള്ള നോട്ട്സും IGNOയുടെ നോട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ക്ലാസ് എടുത്തിരിക്കുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 5 ക്ലാസ്സുകളിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 5 ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെയധികം ദൈർഘ്യമാണെന്ന് വിചാരിക്കരുത്. പഠിക്കാൻ എളുപ്പത്തിനായി ചെറിയ സെഷനായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. രാജേഷ് സാർ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട്, ഇനി അതിനപ്പുറം എടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം 8 ക്ലാസ്, നോക്കൂ, 5ഉം അതിനുശേഷം 8 ക്ലാസ്. അവസാനത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും പഠിപ്പിച്ചതിന് പുറമെ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള 8 സെഷനായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം എടുത്തിരിക്കുന്നത്. അതിനുശേഷം റഷ്യൻ റവല്യൂഷൻ എടുത്തിരിക്കുന്ന ഞാനാണ്. 2 സെഷനായിട്ടാണ്. റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷന്റെ, അമേരിക്കൻ വിപ്ലവത്തിന്റെ അത്രയും കണ്ടന്റ് പഠിക്കാനില്ല. എന്നാലും പരമാവധി കണ്ടന്റ് ഉൾപ്പെടുത്തി IGNOയുടെ സ്റ്റഡി മെറ്റീരിയൽ വരെ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. റഷ്യൻ വിപ്ലവം 2 സെഷനായിട്ടാണ്. അതിനുശേഷം ചൈനീസ് വിപ്ലവം ഒറ്റ ക്ലാസ്സിന് പഠിക്കാനേ ഉള്ളൂ. ഡിഗ്രിക്ക് പോലും നമുക്ക് ഒരു സെഷനിൽ പഠിക്കാന്നുള്ളതേ ഉള്ളൂ ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിൽ നമ്മൾ NCERT നോട്ടാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കൂൾ നമ്മുടെ SCERTയിൽ കുറവായതുകൊണ്ട് NCERT ഫാക്ട് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മേഖല, കുട്ടികൾക്ക് അത്രയും പരിചിതമല്ലാത്തൊരു മേഖലയാണ്. അത് വളരെ വ്യക്തമായി കണ്ണൻ സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഒറ്റ സെഷനാണ്, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ക്ലാസ് കൃത്യമായി കാണുക. അതിനുശേഷം UN ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ മേഖല. അത് അഭിജിത്ത് എന്ന സാറാണ് ക്ലാസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 11 ക്ലാസ്സുകളാണ് UN വേണ്ടി നൽകിയിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്നും നമ്മുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്ന അധ്യാപകൻ മറ്റൊരു വിഷയം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. താങ്ക് യു.
ലക്ഷ്യ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ആരംഭിച്ചപ്പോൾ നിങ്ങളോട് ഞാനും സുധിസാർ എല്ലാം വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ തന്ന പ്രധാനപ്പെട്ട വാക്കായിരുന്നു എത്ര വലിയ സിലബസ് ആണെങ്കിലും ലക്ഷ്യ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യം. ആ കോഴ്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിയിക്കുക എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ജോലി. വെറുതെ പറയുകയല്ല, കൃത്യമായിട്ടും പ്രൂഫോട് കൂടി നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രാഥമിക പരീക്ഷയ്ക്കായി സിലബസിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, പിന്നീട് എമർജൻസി, ഏറ്റവും അവസാനമായിട്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതാണ് സിലബസ്. ഈ സിലബസ് ലക്ഷ്യ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ടോട്ടലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആകെയുള്ളത് 99 ക്ലാസ്സുകളാണ്. ഏകദേശം 99 ക്ലാസ്സുകളിലായി 37 മണിക്കൂറുകളാണ് ലക്ഷ്യയുടെ ക്ലാസ്സുകൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഒന്നാമത്തെ ഹെഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ഏകദേശം 8 ക്ലാസ്സുകളിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കംപ്ലീറ്റ് ചെയ്തത്. എല്ലാ തമ്പനയിലും ഞങ്ങൾ എല്ലാ സ്ലൈഡിലും വെക്കില്ല, ഞങ്ങളുടെ ആപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 8 വീഡിയോകളിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സുധിസാറാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് വരുന്നത് പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ ഏകദേശം 5 ക്ലാസ് എടുത്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അറിയാം. പ്രിയാമ്പിൾ 5 ക്ലാസ് എടുത്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സുധിസാർ തന്നെയാണ് പ്രിയാമ്പിളും കംപ്ലീറ്റ് ചെയ്തത്. അടുത്തായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള പോർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏകദേശം 26 ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട അക്ഷയ് സാർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഏകദേശം 6 ക്ലാസ്സുകളിലായിട്ടാണ് സാറ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ. ഏകദേശം 2 ക്ലാസ്സുകളിലായിട്ടാണ് സാർ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തായിട്ട് സിറ്റിസൺഷിപ്പ് ആണ്. 5 ക്ലാസ്സുകളിലൂടെയാണ് പൗരത്വം എന്ന ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് കവർ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ആണ്. അമെൻമെന്റ്സിന്റെ ക്ലാസ്സുകൾ ഞാൻ മാത്രമല്ല എടുത്തിട്ടുള്ളത്, സുധിസാറും അമെൻമെന്റ്സിന്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട്. 11 ക്ലാസ്സുകളിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ ആദ്യത്തെ ക്ലാസ് അമെൻമെന്റിന്റെ പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഉറപ്പായിട്ടും അത് ഹോട്ട് ടോപ്പിക്കിൽ വരുന്ന ഒരു കാര്യമാണ് അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് എന്നത്. അടുത്തായിട്ട് പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്ക് സുധിസാറാണ് എടുത്തത്. 7 ക്ലാസ്സുകളിലൂടെയാണ് പഞ്ചായത്ത് രാജ് സാർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആണ് ക്ലാസ്, തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ആണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ് അടുത്ത ക്ലാസ് വരുന്നത്. അതിൽ ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട്, UPSC ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ദേശീയ പട്ടികജാതി കമ്മീഷൻസ് ഉണ്ട്. അങ്ങനെ കമ്മീഷൻസിനെ കുറിച്ച് മാത്രം ഏകദേശം 14 ക്ലാസ്സുകളിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായിട്ടും ക്ലാസ്സുകളായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 4 ക്ലാസ്സുകളിലൂടെയാണ് എമർജൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നാഷണൽ എമർജൻസിക്ക് 2 ക്ലാസ്സും പിന്നീട് സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി, അങ്ങനെ 4 ക്ലാസ്സുകളിലൂടെയാണ് എമർജൻസി കംപ്ലീറ്റ് ചെയ്തത്. ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥി ഉറപ്പായും കണ്ടിരിക്കേണ്ട ക്ലാസ്സുകളാണ് എമർജൻസി എന്നത്. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാം. ഏറ്റവും അവസാനത്തത് ലിസ്റ്റുകളെ കുറിച്ചാണ്. ഉറപ്പായിട്ടും സ്ഥിരമായി ചോദിക്കാറുണ്ട് ലിസ്റ്റുകളെ കുറിച്ചുള്ളത്. 2 ക്ലാസ്സുകളിലൂടെയാണ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് പൂർണ്ണമായിട്ടും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടീം ലക്ഷ്യ ഓൺലൈനിൽ ആരംഭിച്ച 2 കോഴ്സുകളാണ് ആരംഭവും ക്രാഷ് കോഴ്സും. ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കറിയാം, ഇതിനകം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ഞങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസിലെ കല, കായികം, സാംസ്കാരികം, സാഹിത്യം എന്നീ മേഖലയിലെ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസും അതിൻ്റെ വിശകലനവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആർട്സ് നോക്കാം. കല എന്ന മേഖലയിൽ PSC തന്നിട്ടുള്ള സിലബസ് ഒന്ന് ആദ്യം നോക്കാം. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥാപനങ്ങള്, പ്രശസ്തരായ വ്യക്തികള്, പ്രശസ്തരായ കലാകാരന്മാര്, പിന്നെ പ്രശസ്തരായ എഴുത്തുകാര്. അപ്പൊ ഈ സിലബസിലെ കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2021 മുതൽ 24 വരെയുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മേഖലയാണ് കഥകളി, പിന്നെ അതുപോലെ തന്നെ കൂടിയാട്ടം, പിന്നെ തെയ്യം, അതുപോലെ ഓട്ടംതുള്ളല്, പിന്നെ ഭരതനാട്യം, പടയണി, യക്ഷഗാനം,
തിരുവാതിരക്കളി എന്നിവ കൂടാതെ മറ്റ് അനുഷ്ഠാന കലകളെക്കുറിച്ചും വളരെ വിശദമായിട്ടും വളരെ ലളിതമായിട്ടുമാണ് ക്ലാസ്സുകൾ അധ്യാപകരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ളത് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ചിട്ട്, കേരള കലാമണ്ഡലത്തെ കുറിച്ച്, കേരള ലളിതകല അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ്. അതുകൂടാതെ കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികള്, അതുപോലെ പ്രശസ്തരായ കലാകാരന്മാര്, പ്രശസ്തരായ എഴുത്തുകാർ MD വാസുദേവൻ നായർ, തകഴി, അതുപോലെ G ശങ്കരക്കുറുപ്പ് എന്നീ വ്യക്തിത്വങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിയാണ് അധ്യാപകരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 8 മണിക്കൂറും 48 മിനിറ്റും അടങ്ങി ടോട്ടല് 30 വീഡിയോയാണ് ഞങ്ങൾ കലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത് കായിക മേഖല നോക്കിക്കഴിഞ്ഞാൽ കായിക മേഖലയിലെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് PSC നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് നോക്കാം. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങള്, അവരുടെ കായിക ഇനങ്ങള്, പിന്നെ അവരുടെ നേട്ടങ്ങള്, അതുപോലെ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പിന്നീട് പ്രധാന അവാർഡുകള്, അവാർഡ് ജേതാക്കള്, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, അതുപോലെ തന്നെ പ്രധാന ട്രോഫികള്, ബന്ധപ്പെട്ട മത്സരങ്ങള്, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പദങ്ങള്, അതുപോലെ ഒളിമ്പിക്സ് അതിന്റെ അടിസ്ഥാന വസ്തുതകള്, പിന്നെ പ്രധാന വേദികൾ, രാജ്യങ്ങള്, ഒളിമ്പിക്സിലെ പ്രശസ്തമായ വിജയങ്ങള്, കായിക താരങ്ങള്, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, അതുപോലെ വിന്റർ ഒളിമ്പിക്സ്, പിന്നെ പാരാ ഒളിമ്പിക്സ്, പിന്നീട് അടുത്ത ഹെഡ് ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. ഇതിന്റെയൊക്കെ വേദികള്, രാജ്യങ്ങള്, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, അതുപോലെ ഇതര വസ്തുതകള്. പിന്നീട് വരുന്ന ദേശീയ ഗെയിംസ് ആണ്. അതുപോലെ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക വിനോദങ്ങള്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് PSC നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ സിലബസ് മനസ്സിലാക്കി വളരെ വിശദമായിട്ടാണ് ഞങ്ങളെ ക്ലാസ്സുകൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഒളിമ്പിക്സ് എടുക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വസ്തുതകള്, അതിനകത്ത് പ്രാചീന ഒളിമ്പിക്സ്, പിന്നെ ആധുനിക ഒളിമ്പിക്സ്, ഒളിമ്പിക്സ് മുദ്രാവാക്യം, ഒളിമ്പിക്സ് പതാക, ഒളിമ്പിക്സ് ദീപത്തെക്കുറിച്ച്, ഒളിമ്പിക്സ് ഗാനം, പിന്നെ അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ ചിഹ്നം. ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അടിസ്ഥാന വസ്തുതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെയും കേരളത്തിലെയും വ്യക്തികളുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ പാരാ ഒളിമ്പിക്സ്, പിന്നെ വിന്റർ ഒളിമ്പിക്സ് എന്നിവയാണ്. 2021 മുതൽ 24 വരെയുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒളിമ്പിക്സിൽ നിന്നാണ്. അതുകൊണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ പ്രധാന കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണം, എക്സാമ്പിൾ പോളോ എന്ന കളിയിൽ എത്ര കളിക്കാരെന്ന് ചോദിച്ചാൽ 4 കളിക്കാര്, അതുപോലെ തന്നെ കബഡിയിൽ എത്ര കളിക്കാര്, 7 കളിക്കാര്. ഇതൊക്കെ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ മേഖലയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കായിക രംഗത്തെ പ്രധാന അവാർഡുകളാണെങ്കിൽ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, ദ്രോണാചാര്യ അവാർഡ്, അർജുന അവാർഡ്, അതുപോലെ GV രാജ അവാർഡ്. ഇതെല്ലാം വളരെ വിശദമായിട്ടാണ് ആരംഭം അല്ലെങ്കിൽ ആ ക്രാഷ് കോഴ്സുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കായികത്തിന് മാത്രമായിട്ട് 12 മണിക്കൂറും 11 മിനിറ്റും, അതായത് ടോട്ടൽ 57 വീഡിയോ ആണുള്ളത്. നെക്സ്റ്റ് നമുക്ക് സാഹിത്യ മേഖല നോക്കാം. സാഹിത്യത്തിന് PSC നൽകിയിട്ടുള്ള സിലബസ് ആദ്യം ഒന്ന് പരിശോധിക്കാം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങള്, പിന്നെ ആദ്യ കൃതികൾ, കർത്താക്കൾ, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവരുടെ കർത്താക്കള്, പിന്നീട് എഴുത്തുകാർ, തൂലികാനാമങ്ങള്, അപരനാമങ്ങൾ, പിന്നെ കൃതികള്, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, പിന്നെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ പ്രധാന അവാർഡുകൾ, അതായത് ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാര്, കൃതികൾ, പിന്നീട് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതിന്റെ അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകള്, പ്രധാന സംഭാവന നൽകിയവര്, മലയാള സിനിമയും ദേശീയ അവാർഡും. ഇതാണ് സാഹിത്യത്തിനുള്ള സിലബസ്. ഈ സിലബസ് മനസ്സിലാക്കി വളരെ വ്യക്തമായും ലളിതമായും ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അധ്യാപകരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച്, അതായത് G ശങ്കരക്കുറുപ്പിനെ കുറിച്ച്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MD വാസുദേവൻ നായർ,
ഇവരെയൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റുകളിലുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി അവരുടെ കൃതികൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് അധ്യാപകരെ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. ഇനി പ്രധാന അവാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ ഇതൊക്കെ ആദ്യം മുതൽ ലഭിച്ച വ്യക്തികളും അവരുടെ കൃതികൾ, പിന്നെ മലയാള സിനിമയെക്കുറിച്ച്, മലയാള സിനിമയുടെ ഉത്ഭവത്തെക്കുറിച്ച്, മലയാള സിനിമയുടെ വളർച്ചയെക്കുറിച്ച്, മലയാള സിനിമയും ദേശീയ അവാർഡും, ഈ മേഖലയ്ക്ക് വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാഹിത്യത്തിന് 13 മണിക്കൂറും 2 മിനിറ്റും ടോട്ടല് 47 വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംസ്കാര മേഖല നോക്കിക്കഴിഞ്ഞാൽ സംസ്കാരത്തിന്റെ സിലബസ് PSC നൽകിയിട്ടുള്ളത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, അതായത് ഓണം, വിഷു എന്നിവയെ കുറിച്ചിട്ട്, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങള്, പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങള്, ആരാധനാലയങ്ങള്, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇത്രയാണ് സംസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവോത്ഥാന നായകരെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അധ്യാപകരെ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് വരുന്ന നവോത്ഥാന നായകരെ കുറിച്ചിട്ട്, എക്സാമ്പിൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി, തക്യാടയ്യ, വൈകുണ്ഠസ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സഹോദരൻ അയ്യപ്പൻ എന്നിവരെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സംസ്കാരത്തിന് വേണ്ടിയിട്ട് 13 മണിക്കൂറും 1 മിനിറ്റും ടോട്ടല് 48 വീഡിയോസ് ആണ് സംസ്കാരത്തിലുള്ളത്. അപ്പോൾ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നൽകിയിരിക്കുന്ന 10 മാർക്കാണ്. അപ്പൊ ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ വിശദമായിട്ടാണ് അധ്യാപകരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മലയാളത്തിന് PSC നൽകിയ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിന് ടോട്ടല് 14 ഹെഡുകളാണ് നൽകിയിട്ടുള്ളത്. അതിനകത്ത് പദശുദ്ധി, വാക്യശുദ്ധി, പിന്നെ പരിഭാഷ, അതുപോലെ ഒറ്റപ്പദം, പര്യായപദം, പിന്നെ വിപരീത പദം, ശൈലികള്, പഴഞ്ചൊല്ലുകൾ, സമാന പദങ്ങള്, ചേർത്തെഴുതുക, പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, അതുപോലെ പിരിച്ചെഴുത്ത്, പിന്നെ ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക. ഇത്രയും ടോപ്പിക്കാണ് PSC നൽകിയിട്ടുള്ളത്. ഭരണഭാഷ മലയാളം ആയതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മലയാളത്തിന് PSC നൽകിയിരിക്കുന്ന 10 മാർക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് PSC പരീക്ഷകൾക്ക് മലയാളത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി മലയാളം അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ എഴുതിയെടുക്കുവാനും സാധിക്കത്തില്ല. അത് മനസ്സിലാക്കി സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത മലയാളം ക്ലാസ്സുകൾ അധ്യാപകർ എടുത്തിരിക്കുന്നത്. ഈ മലയാള സിലബസിലെ പര്യായപദം, വിപരീത പദം ഈ മേഖലകൾ വരുമ്പോൾ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിലെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ലക്ഷ്യയിലെ പ്രഗത്ഭരായ അധ്യാപകർ മലയാളം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിലബസിന് പുറമെ ഞങ്ങൾ വ്യാകരണം എന്ന ഒരു മേഖല കൂടെ മലയാളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നാമം, ക്രിയ, തദ്ധിതം, ഭേദകം എന്നീ മേഖലകൾ. ഈ മേഖലകളിൽ നിന്ന് ചില പരീക്ഷകൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അത് മനസ്സിലാക്കി ആ മേഖല കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിന് 28 മണിക്കൂറാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടോട്ടൽ 88 വീഡിയോകൾ ഈ കോഴ്സിലുണ്ട്. താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഞങ്ങൾ ആരംഭിച്ച ആരംഭം എന്ന കോഴ്സ്, അതിനുശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ക്രാഷ് കോഴ്സ്, ഇതിലെ മാത്സ് മെന്റൽ എബിലിറ്റി പാർട്ടിലെ സിലബസ് പൂർണ്ണമായി കവർ ചെയ്ത് സിലബസിന് പുറമെ PSC ഏതൊക്കെ മേഖലയിൽ നിന്നാണോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ മേഖലയിലുള്ള വസ്തുതകൾ വളരെ ഡീറ്റെയിൽഡ് ആയി എടുത്തിട്ടുള്ള വസ്തുത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്ക്, അതുമായി ബന്ധപ്പെട്ട് എത്ര ക്ലാസ്സുകൾ ഉണ്ട്, ദെൻ എത്രമാത്രം നിലവാരമുള്ള ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളുടെ ഒരു വിശദമായ എക്സ്പ്ലനേഷൻ ആണ് ഇതിലുള്ളത്. നോക്കൂ, ഇതാണ് PSC നൽകിയിട്ടുള്ള സിലബസ്. 20 മാർക്കിനാണ് സിമ്പിൾ അരിത്തമെറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഉള്ളത്. അതിൽ 10 മാർക്കിന് സിമ്പിൾ അരിത്തമെറ്റിക്സും 10 മാർക്കിന് മെന്റൽ എബിലിറ്റിയും ആയാണ് സിലബസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ലഘുഗണിതം അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക്സിൽ 12 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 12 ചാപ്റ്ററുകളിൽ സംഖ്യകളുണ്ട്, ഭിന്നസംഖ്യകളുണ്ട്, ദശാംശ സംഖ്യകളുണ്ട്, ശതമാനം, ലാഭവും നഷ്ടവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനെ നമുക്കറിയാവുന്ന പ്രോഗ്രഷൻ വരെയുള്ള ചാപ്റ്റേഴ്സ്. എന്നാൽ ഇതിൽ ഉൾപ്പെടുത്തിയ ചാപ്റ്ററുകൾക്ക് പുറമേ
നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രോബബിലിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പെർമ്യൂട്ടേഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ദെൻ അതേപോലെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റേണിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തരം ചോദ്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കണം. അതെന്താണ്, കുറച്ചുകൂടെ നിലവാരമുള്ള ചോദ്യങ്ങൾ കൂടെ പഠിച്ചുകൊണ്ട് പോയാലേ ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു പരീക്ഷ നമുക്ക് വളരെ കൃത്യമായി എഴുതാൻ സാധിക്കും. അത് പൂർണ്ണമായി മനസ്സിലാക്കിയാണ് ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്, ഓരോ ക്ലാസ്സുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത് മെന്റൽ എബിലിറ്റിയിലേക്ക് വന്നാൽ അവിടെ ക്ലോക്ക്, കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി, കോഡിംഗ്, ഡീകോഡിംഗ്, ഒറ്റയാനെ കണ്ടെത്തുക, സ്ഥാനനിർണയ പരിശോധന, ശ്രേണികൾ, ഇങ്ങനെ വരുന്ന നമ്മൾ പൊതുവെ കാണുന്ന ഒരു 13 ചാപ്റ്റർ. ഈ 13 ചാപ്റ്റർ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ആവശ്യമുള്ള വസ്തുതകൾ. ഇതിൽ ചില ചാപ്റ്ററുകൾ നമുക്കറിയാം. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒറ്റയാനെ കണ്ടെത്തുക, അത് മാത്സിലുള്ള വസ്തുത ഉണ്ടാകാം. അതേപോലെ നമ്മൾ പഠിക്കുന്ന GK പാർട്ടിൽ നിന്നുള്ള വസ്തുതകൾ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പം നമ്മൾ ഈ പറയുന്ന മാത്സിൽ പഠിച്ചത് മാത്രം പോരാ, നമ്മുടെ അവയർനെസ് കൂടെ ചേർത്ത് വരുന്ന ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്ററുകളിൽ ഒരു പരിധി വരെയും, എന്നാൽ പൂർണ്ണമായി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ചാപ്റ്ററിന്റെ മാക്സിമം എക്സ്ട്രീം വരെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു വിശദ വിവരം ഇതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് അരിത്തമെറ്റിക്സ്, സിമ്പിൾ അരിത്തമെറ്റിക്സിന് 361 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിൽ 76 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. 361 ക്ലാസ്സുകളിലായാണ് അരിത്തമെറ്റിക്സ് പറഞ്ഞിരിക്കുന്ന സിലബസിന്റെ ഭാഗമായിട്ടുള്ള 12 ടോപ്പിക്കുകളും അതിനോടൊപ്പം PSC ചോദിച്ചിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ചാപ്റ്റേഴ്സുമായി 361 ക്ലാസ്സുകളായി 361 വീഡിയോകളായാണ് നൽകുന്നത്. ഓരോ ക്ലാസ് ഓരോ വീഡിയോ. അതോടൊപ്പം തന്നെ മെന്റൽ എബിലിറ്റി അത്രയും ഡീപ്പ് അല്ല, അതുകൊണ്ട് നമുക്കറിയാം അത് എത്രയാണ്, 76 ആണ്. 76 ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 20 മാർക്കിനായി നമ്മൾ പഠിക്കേണ്ടതായി വരുന്നത്. നോക്കൂ, ഇത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഒരു വലിയ ചാപ്റ്റർ ആണ്. നമ്പേഴ്സ്, സംഖ്യകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പല രീതിയിൽ ചോദ്യങ്ങൾ മാറ്റി ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സംഖ്യകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകൾക്കും സംഖ്യയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. 19 വീഡിയോകളാണ്, 19 ക്ലാസ്സുകളാണ് സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. പരമാവധി ഡീറ്റെയിൽ ആയി സംഖ്യകൾ എന്ന ചാപ്റ്ററിലെ വസ്തുതകൾ, മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടെ നമുക്ക് 19 ക്ലാസ്സുകളിലായി സംഖ്യകൾ നൽകിയിട്ടുണ്ട്. അടുത്തത് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. സംഖ്യകൾക്ക് അകത്ത് വരുന്ന സംഖ്യകളെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെങ്കിലും PSC സിലബസിൽ എടുത്തു പറയുന്നുണ്ട് ഫ്രാക്ഷൻസ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ വലുതേത്, ചെറുതേത്, രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിലുള്ള സംഖ്യ ഏത്, അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്ററിന്റെ ഭാഗമായി സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായി ഭിന്നസംഖ്യകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ 6 ക്ലാസ്സുകളിലായാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് നൽകിയിട്ടുള്ളത്. നോക്കൂ, അടുത്തത് ഡെസിമൽ നമ്പേഴ്സ് ആണ്, അതായത് ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകളെ 7 ക്ലാസ്സുകളിലായാണ് നൽകിയിരിക്കുന്നത്. ഭിന്നസംഖ്യകളുടെ അതേപോലെ തന്നെയാണ് ദശാംശ സംഖ്യകൾ. കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കൂടുതൽ ഭിന്നസംഖ്യകൾക്കാണെങ്കിലും ഏകദേശം ഭിന്നസംഖ്യയോട് അത്രയില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ. പൂർണ്ണമായി ഇത് സിംപ്ലിഫിക്കേഷന്റെ സംഖ്യകളുടെയൊക്കെ ഭാഗമായി വരുന്നത് കൊണ്ട് പല പരീക്ഷകൾക്കും ചോദ്യങ്ങളിൽ നിങ്ങൾ ദശാംശ സംഖ്യകൾ കാണുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയി ദശാംശ സംഖ്യകൾ 7 ക്ലാസ്സുകളിലായി നൽകിയിട്ടുണ്ട്. അടുത്തത് പെർസെൻറ്റേജ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു PSC പരീക്ഷാ നിലവാരത്തിലുള്ള 13 ക്ലാസ്സുകളിലായി, PSCയുടെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ വസ്തുതകൾ മുഴുവൻ ഈ 13 ക്ലാസ്സുകളിലായി ലഭിക്കുന്നതാണ്. അതിനു പുറമേ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ പെർസെൻറ്റേജിൻ്റെ ഒരു 6 എണ്ണം നൽകിയിട്ടുണ്ട്. അപ്പോൾ 13ഉം 6ഉം കൂടെ ചേരുമ്പോൾ 19 ക്ലാസ്സസ് ആണ് ടോട്ടലായി നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അതിലെ ശതമാനവുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയി, അതാണ് ഇത് അഡ്വാൻസ്ഡിൽ നൽകിയിരിക്കുന്നത്, വളരെ ഡീറ്റെയിൽ ആയി, ഒരു പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയി ചോദ്യം പോയാൽ പോലും നമുക്ക് തീർച്ചയായും എഴുതാൻ സാധിക്കണം. കാരണം ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെർസെൻറ്റേജിൽ 19 വീഡിയോകളുണ്ട്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സാധാരണ പെർസെൻറ്റേജ് പോലെ തന്നെ, എന്നാൽ പലപ്പോഴും പെർസെൻറ്റേജിന്റെ ചോദ്യങ്ങൾ പോലും പ്രോഫിറ്റും ലോസും എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തൊരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ ലാഭവും നഷ്ടവും, കച്ചവട ഗണിതം എന്നൊക്കെ പല പേരുകളിൽ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്
13 വീഡിയോസ് ആണ് നൽകിയത്. PSCയുടെ ഏത് നിലവാരത്തിലുള്ള പരീക്ഷകൾ എഴുതാനും പ്രാപ്തനാകുന്ന തരത്തിലാണ് ഈ 13 ക്ലാസ്സുകളിലായി നൽകിയിരിക്കുന്നത്. അതിനു പുറമെ 5 ക്ലാസ്സുകൾ വളരെ അഡ്വാൻസ്ഡ് ആയ SSC നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ബാങ്ക്, റെയിൽവേ പോലുള്ള തലത്തിലേക്കുള്ള ചോദ്യം, പരമാവധി SSCയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 13 5 18 ക്ലാസ്സുകളിലായാണ് എന്ത് നൽകുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്റർ 18 ക്ലാസ്സുകളിലായിട്ടുണ്ട്. നോക്കൂ, അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 തരമുണ്ട്, സിമ്പിളും കോമ്പൗണ്ടും. രണ്ടും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാരറ്റീവ്ലി സിമ്പിൾ ഇൻട്രസ്റ്റ് നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായി കാണുന്നത്. എന്നാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വളരെ ചോദ്യങ്ങളുടെ എണ്ണം കുറവൊന്നുമല്ല. രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 10 ക്ലാസ്സുകളാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ളത്. അതിന് പുറമെ അഡ്വാൻസ്ഡ് ആയ ഒരു 6 ക്ലാസ്സുകൾ കൂടി, അതായത് 16 ക്ലാസ്സുകളുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്. സ്വാഭാവികമായി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് എന്തുമാത്രം കണ്ടന്റ് പറയേണ്ടി വരും. 16 വീഡിയോസ് ആയിട്ടാണ് നൽകുന്നത്. നമുക്ക് പഠിക്കാൻ സൗകര്യപ്രദമായി അതിൻ്റെ ചോദ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതിൻ്റെ സമയത്തിൽ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. 20 മിനിറ്റ് ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട്, 18 മിനിറ്റ് ഉണ്ട്, ഡിപ്പെൻസ്. ഓക്കെ അല്ലേ? കാരണം 30 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നതും 18 മിനിറ്റ് പഠിക്കാൻ ഒരേ കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏത് തലത്തിലുള്ള ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാവണം, അവനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമാകണം. അതിനനുസരിച്ചിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 10+6 16 വീഡിയോസ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അടുത്തത് കമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ. താരതമ്യേന ചെറിയ ചാപ്റ്റർ ആണെന്നറിയാം, നമ്പർ ഓഫ് മോഡൽസ് കുറവാണെന്നറിയാം. നോക്കൂ, 11 വീഡിയോ, ദാറ്റ് മീൻസ് ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. 11 ക്ലാസ്സുകളാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിന് പുറമെ നോക്കൂ, അഡ്വാൻസ്ഡ് ആയി 6 ക്ലാസ്സുകൾ, 11+6 17 ക്ലാസ്സുകളായി. സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ സിമ്പിൾ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഏകദേശം 33ഓളം വീഡിയോ ആക്ച്വലി നൽകിയിട്ടുണ്ട്. ശരിയല്ലേ? അടുത്തത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അംശബന്ധവും അനുപാതവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. മറ്റു പല ചാപ്റ്ററിൽ നിന്നും റേഷ്യോയുടെ ചോദ്യം ഏത് ചാപ്റ്ററിനോടും ക്ലബ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കാവുന്ന ചോദ്യം. ഇപ്പോൾ പ്രോബ്ലംസ് ഓൺ ഏജ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ശരാശരിയിൽ എല്ലായിടത്തും റേഷ്യോ, ജോമെട്രിയിൽ റേഷ്യോ ബേസ് ചെയ്ത് ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേഷ്യോ. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ റേഷ്യോ എന്ന് പറയുന്ന വസ്തുത മുഴുവൻ ഇതിലുണ്ട്. അതിന് പുറമെ റേഷ്യോയുടെ ഒരു 5 വീഡിയോസ് കൂടെ ഉണ്ട്. സോ 5ഉം 12ഉം 17 വീഡിയോകളാണ്, 17 ക്ലാസ്സുകളാണെന്ന് പറയണം. 17 ക്ലാസ്സുകളാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും. കമ്പാരിറ്റീവ്ലി ജോമെട്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചാപ്റ്ററുകളിൽ ഒന്നാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 17 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ അഡ്വാൻസ്ഡ് ആയി ഒരു 4 ക്ലാസ് നൽകിയിട്ടുണ്ട്. സോ 17+4 21 ക്ലാസ്സുകളിലായാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ വരെ മെൻഷൻ ചെയ്തു പോവുക. അടുത്തത് പ്രോബ്ലംസ് ഓൺ ട്രെയിൻ. അത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് വരുന്ന ഒരു പാർട്ടാണ്, പക്ഷേ ഇൻഡിപെൻഡന്റ് സ്വഭാവത്തിലാണ് PSCയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ദെൻ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന മറ്റൊരു പാർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നോക്കുക, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പാർട്ട് തന്നെയാണ് ട്രെയിൻ. ട്രെയിനിൽ നിന്ന് 8 ക്ലാസ്സുകളാണുള്ളത്, അഡ്വാൻസ് ആയി 2ഉം കൂടെ. അപ്പോൾ 8+2 10 ക്ലാസ്സുകളാണ് പ്രോബ്ലംസ് ഓൺ ട്രെയിനിൽ നിന്ന് നൽകുന്നത്. വളരെ വിശദമായി എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ട്. അടുത്തത് ടൈം ആൻഡ് വർക്ക്, സമയവും ജോലിയും അല്ലെ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് 12 ക്ലാസ്സുകളാണുള്ളത്. അതിന് പുറമെ ടൈം ആൻഡ് വർക്കിന്റെ അഡ്വാൻസ്ഡ് ആയ 7, 12+7 19 ക്ലാസ്സുകൾ. അപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 19 ക്ലാസ്സുകളായി വളരെ അഡ്വാൻസ്ഡ് ആയ ചോദ്യം വരെ അതിൽ സ്പെസിഫൈ ചെയ്ത് കൃത്യമായി പഠിപ്പിച്ചു പോകുന്നു. ഓക്കെ, അടുത്തത് ആവറേജ്, ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വലിയ ചാപ്റ്റർ ആണ്. കമ്പാരറ്റീവ്ലി മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആവറേജ്. ശരാശരി എന്ന ചാപ്റ്ററിൽ നിന്ന് 15 വീഡിയോകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശരാശരി എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടുണ്ട്. ആ 15 വീഡിയോകൾക്ക് പുറമെ ഒരു 6 ക്ലാസ്സുകൾ കൂടെ അഡ്വാൻസ്ഡ്. സോ 15+6 21 ക്ലാസ്സുകളിലായാണ് ആവറേജ് എന്ന് പറയുന്ന, ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നത്.
അടുത്തത് ലോ ഓഫ് എക്സ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ സിംപ്ലിഫിക്കേഷനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയ പലരും എഴുതാത്ത ഒരു ചാപ്റ്ററാണ് എക്സ്പോണന്റ്. സോ അതിലെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയ വസ്തുതകൾ വരെ 11 ക്ലാസ്സുകളിലായാണ് നൽകിയിരിക്കുന്നത് ലോ ഓഫ് എക്സ്പോണൻസ്. അടുത്തത് മെൻസുറേഷൻ അല്ലെങ്കിൽ ജോമെട്രി. വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഇപ്പൊ ജോമെട്രിക്കകത്ത് ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, സർക്കിൾസ്, സെമി സർക്കിൾ എന്നൊക്കെ പറയുന്ന നിരവധി സബ് ചാപ്റ്റേഴ്സ് ആക്കി അല്ലെങ്കിൽ രൂപങ്ങളാക്കി മാറ്റിക്കൊണ്ട് ചോദ്യമുണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്ത് 10-40 വീഡിയോസ് അല്ലെങ്കിൽ 10-40 ക്ലാസ്സുകൾ ഉണ്ടാകും. അതിനകത്ത് 2Dയിലെ ആദ്യത്തെ പാർട്ടാണ് ട്രയാങ്കിൾ. 3 ക്ലാസ്സുകളിലായാണ് നൽകുന്നത്. ഇനി ട്രയാങ്കിളിൻ്റെ വശങ്ങളെ അനുസരിച്ച്, കോണുകൾ അനുസരിച്ച് അതിന് പേരുകൾ തീരുമാനിക്കും. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസ് ഒക്കെ ട്രയാങ്കിളിന്റെ ഭാഗമാണ്. അതിന് സെപ്പറേറ്റ് ആ മെൻഷൻ ചെയ്തിരിക്കും. നോക്കൂ, ട്രയാങ്കിൾ 3 വീഡിയോ. ദെൻ അതിനകത്ത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, 90 ഡിഗ്രി കോണുള്ള മട്ടത്രികോണങ്ങൾ എന്നാ പറയുക, അതിനെ ബേസ് ചെയ്ത് 2 വീഡിയോ. അപ്പോൾ 3 × 2 5 എണ്ണമായി. അടുത്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, വശങ്ങളെല്ലാം തുല്യമാകും 6. അടുത്തത് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം, ഓക്കെ അല്ലേ. ദെൻ അടുത്തത് നോക്കൂ, സ്കാലൈൻ ട്രയാങ്കിൾ, ഓക്കെ. ഇനി ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ, ഓക്കെ അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം തന്നെ ജോമെട്രിയുടെ ഭാഗമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 12ഓളം വീഡിയോകളിലായി, ഓക്കെ അല്ലേ. അടുത്ത് റോംബസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ വീഡിയോ ക്ലാസ് മതിയാകും. അതേപോലെ തന്നെയാണ് പാരലോഗ്രാമും ഒരു ക്ലാസ്സിലാണ് നൽകിയിരിക്കുന്നത്. ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം എന്ന് മലയാളത്തിൽ പറയും, 2 ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സർക്കിൾ, വൃത്തം കമ്പാരിറ്റീവ്ലി നല്ല ചാപ്റ്ററാണ്. പല ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ദെൻ അപ്പോൾ നോക്കൂ, അതിൽ നിന്ന് 8 ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് സെമി സർക്കിൾ, വൃത്തത്തിന്റെ പകുതിയാണ് അർദ്ധവൃത്തം, 1 ക്ലാസ്. അതുപോലെ തന്നെ സർക്കുലർ റിംഗ് ആൻഡ് സെക്ടർ, വൃത്തഖണ്ഡം എന്നൊക്കെ നമ്മൾ പറയുന്ന 1 ക്ലാസ്. അടുത്തത് റെക്റ്റാങ്കിൾ, 5 ക്ലാസ്സുകളിലായാണ് ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ നൽകിയിരിക്കുന്നത്. ദെൻ 4 ക്ലാസ്സുകളിലായാണ് സ്ക്വയർ, സമചതുരം നൽകിയിരിക്കുന്നത്. ദെൻ അടുത്ത് ഈ പറയുന്നതെല്ലാം കൂടെ ബഹുഭുജങ്ങൾ, പോളിഗൺസ് എന്ന് പറയുന്ന 3 ക്ലാസ്സുകൾ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് മെൻസുറേഷൻ 2 ഡയമെൻഷണൽ ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുക. അതിനുശേഷം എന്താണ് 3D ഫോമിലേക്ക് വരുന്നു. അവിടെ ചതുരസ്തംഭം 2 ക്ലാസ്സുകളിലായി. ദെൻ അതുപോലെ തന്നെ സിലിണ്ടർ 3 ക്ലാസ്സുകളിലായി. ദെൻ കോണ് 1 ക്ലാസ്സിലായി. ഫ്രസ്റ്റം 2 ക്ലാസ്സിലായി. ദെൻ അടുത്തത് സ്പിയർ 2 ക്ലാസ്സിലായി. ഹെമിസ്ഫിയർ 2 ക്ലാസ്സിലായി. ക്യൂബ് 3 ക്ലാസ്സുകളിലായി. ദെൻ അടുത്തത് കോമ്പിനേഷൻ, ഒന്നിലധികം ഫിഗേഴ്സ് ചേർത്തുകൊണ്ട് ഉള്ളതാണ് കോമ്പിനേഷൻ, അത് 1 ക്ലാസ്സിലായി. അപ്പോൾ ആകെ ഇവിടെയും 25ഓളം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജോമെട്രി മാത്രം 50ലധികം ക്ലാസ് നമുക്കുണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയി ജോമെട്രിയുടെ ഓരോ രൂപങ്ങളും ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകൾ എല്ലാം തന്നെ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായ അളവിൽ അത് പഠിച്ചോളുക. നോക്കൂ, അടുത്തത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. PSC പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് 9 ക്ലാസ്സുകളിലായി നൽകിയിരിക്കുന്നു. അടുത്തത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. നമ്മൾ സിലബസിൽ നോക്കിയാൽ ഇത് കാണാറില്ല, ഓക്കെ അല്ലേ. പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്കെങ്കിലും ചോദ്യങ്ങൾ വന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളുടെ അകത്ത് അത് ഉൾപ്പെടുത്തി കാണാറുണ്ട്, ശരിയല്ലേ. അപ്പൊ നമ്മളിത് കൃത്യമായി പഠിക്കുക തന്നെ വേണം. നോക്കൂ, ഇതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ റിലേറ്റ് ചെയ്ത് 10 ക്ലാസ്സുകളിലാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന വസ്തുതകൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷം പ്രോബബിലിറ്റി, നമ്മുടെ സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റി 13. അപ്പോൾ പ്രോബബിലിറ്റിയും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനുമായി 23 ക്ലാസ്സുകളിലായാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ, നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ഒരു ഭാഗമാണ്. ചില റൂളുകൾ അതുമായി സിമിലാരിറ്റി ഉണ്ട്. പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ നിന്ന് അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ അഡ്വാൻസ് ആയ മോഡൽ വരെ എടുത്തിട്ടുണ്ട് 6 ക്ലാസ്സുകളിലായി.
നോക്കൂ, അടുത്തത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. ക്യൂബും ക്യൂബ് റൂട്ടും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പോലെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് 8 ക്ലാസ്സുകളിലായി ഡീറ്റെയിൽ ആയി നൽകിയിരിക്കുന്നു. അടുത്തത് പ്രോബ്ലംസ് ഓൺ ഏജ്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. ദെൻ 6 ക്ലാസ്സുകളിലായി അത് നൽകിയിരിക്കുന്നു. അതിന് പുറമെ സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, സർവസമ വാക്യങ്ങൾ, ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ടത് 3 ക്ലാസ്സുകളിൽ നൽകിയിരിക്കുന്നു. ഇനി നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീം, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ സെക്കൻഡ് പാർട്ട്, ട്രെയിൻ കഴിഞ്ഞാൽ അടുത്തതാണ് ബോട്ട് ആൻഡ് സ്ട്രീം. 7 ക്ലാസ്സുകളിലായാണ് ബോട്ട് ആൻഡ് സ്ട്രീം ഉള്ളത്. ദെൻ അടുത്തത് യൂണിറ്റ് ഡിജിറ്റ്, നമ്പേഴ്സിൽ തന്നെ PSC പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന, യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന വാല്യൂസ് ചോദിച്ചു വരും. 4 ക്ലാസ്സുകളിലാണ് അത് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ആൽജിബ്ര, ഈ അടുത്ത കാലത്തെ പരീക്ഷകളിൽ സിലബസിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ആൽജിബ്രയുടെ ചോദ്യങ്ങൾ. ആൽജിബ്ര. ദെൻ അതേപോലെ തന്നെ GP, ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്, എങ്കിലും ചില ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ APയോടൊപ്പം പ്രോഗ്രഷൻ എന്ന് പറയുന്നു, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതിനോടൊപ്പം 6 ക്ലാസ്സുകളിലായി വിശദമായി ജോമെട്രിക് പ്രോഗ്രഷനും നൽകുന്നു. നോക്കൂ, അടുത്തത് സമാന്തര ശ്രേണികൾ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 8 ക്ലാസ്സുകളിലായി നൽകുന്നു. അടുത്തത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി, നമ്മൾ കാണാറുണ്ട് താഴെ തന്നിരിക്കുന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ അതൊരു 3ന്റെ ഗുണിതമാകും, 9ന്റെ ഗുണിതമാകും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എത്ര കുറച്ചാൽ അതൊരു 11ന്റെ ഗുണിതമാകും എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളില്ലേ. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി 6 ക്ലാസ്സുകളിലായും LCM ആൻഡ് HCF 10 ക്ലാസ്സുകളിലുമായും ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വ്യക്തമല്ലേ? ഇനി നോക്കൂ, അടുത്തത് സീരീസ് കംപ്ലീഷൻ. നമ്മൾ മെന്റൽ എബിലിറ്റി പാർട്ടിലേക്ക് വരുമ്പോൾ സീരീസ് ഉണ്ട്. ഈ സീരീസ് കംപ്ലീഷൻ 9 ക്ലാസ്സുകളിലായി നൽകിയിരിക്കുന്നു. അടുത്തത് പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ് 4 ക്ലാസ്സുകളിലായും. അടുത്തത് സ്ഥാനനിർണയ പരിശോധന, നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്നത് 7 ക്ലാസ്സിലായും. അടുത്തത് സമാന ബന്ധങ്ങൾ അനലഗി 5 ക്ലാസ്സിലായി, അത് വേൾഡ് അനലഗി, ആൽഫബറ്റ് അനലഗി, നമ്പർ അനലഗി എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് അതിനകത്ത്. അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് മാൻ ഔട്ട് 5 ക്ലാസ്സുകളിലായും. ദെൻ സംഖ്യാവലോകന പ്രശ്നങ്ങൾ 4 ക്ലാസ്സുകളിലായും. അടുത്തത് കോഡിംഗ് ഡീകോഡിംഗ് വളരെ ഡീറ്റെയിൽ ആയി 10 ക്ലാസ്സുകളിലായും. ദെൻ ഫാമിലി റിലേഷൻ, പണ്ടത് നമ്മൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന സാധനം, ഫാമിലി റിലേഷൻ 5 ക്ലാസ്സുകളിലായും. ദെൻ സെൻസ് ഓഫ് ഡയറക്ഷൻ 4 ക്ലാസ്സുകളിലായും. നമ്മുടെ എന്താണ് ക്ലോക്കിലെ ടൈമും ആംഗിളുമായി റിലേറ്റ് ചെയ്തപ്പെട്ട കോണളവും അതിൻ്റെ എന്താണ് മിറർ ഇമേജുമായി ബന്ധപ്പെട്ടത് 9 ക്ലാസ്സുകളിലുമായും. ദെൻ ഡേറ്റ് ആൻഡ് കലണ്ടറുമായി ബന്ധപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് കലണ്ടർ. വളരെ വലുതാണ്, 8+5 13 ക്ലാസ്സുകളിലായാണ് കലണ്ടർ നൽകിയിരിക്കുന്നത്. അതായത് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇതാണ്, വളരെ ഡീറ്റെയിൽഡായും ആധികാരികമായും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പഠിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലും ആണ് ഇത്രമാത്രം വീഡിയോസ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ലൂഫോൾ ഇല്ലാതെ പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരീക്ഷ വളരെ ഭംഗിയായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. സിവിക്സ് എന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. സിവിക്സ് എന്ന ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടാം. 5 മാർക്കാണ് സിലബസിൽ പറയുന്നതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കവർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സിവിക്സ്. നമുക്ക് ആ സിവിക്സിന്റെ ടോപ്പിക് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ്. രണ്ടാമത്തത് ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അടുത്തായിട്ട് ലോക്പാൽ, ലോകായുക്ത. പിന്നീട് ഗവൺമെന്റിനെ കുറിച്ച്, ഗവൺമെന്റിനെ 3ആയി തരംതിരിക്കാം, എക്സിക്യൂട്ടീവ് എന്ന്, ജുഡീഷ്യറി എന്ന്, ലെജിസ്ലേച്ചർ എന്ന്. ഈ 3നെ കുറിച്ചും നമുക്ക് പഠിക്കണം. അടുത്തായിട്ട് ഇലക്ഷൻസ് പോളിസീസിനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും നമുക്ക് പഠിക്കണം. അടുത്തായിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചും നമുക്ക് പഠിക്കണം. പിന്നീട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നീട് വാട്ടർഷെഡ് മാനേജ്മെന്റ് പഠിക്കാനുണ്ടായിരുന്നു. പിന്നീട് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് ഉണ്ടായിരുന്നു, ലാൻഡ് റിഫോംസ് ഉണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇങ്ങനെയുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. ഈ സിലബസ് ഞങ്ങൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 154 ക്ലാസ്സുകളാണ് എടുത്തത്. 53 അവറാണ് ഇതിനു വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. പൂർണ്ണമായും ഫിനിഷ് ചെയ്തു. അതിന്റെ പ്രൂഫാണ് ഇനി പറയാൻ പോകുന്ന തമ്പനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ദയവായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്നത് 2 ക്ലാസ്സിലാണ് സുസാർ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസും സ്റ്റേറ്റ് സിവിൽ സർവീസും ഏകദേശം 8 ക്ലാസ്സുകളിലൂടെയാണ് സുധിസാർ കംപ്ലീറ്റ് ചെയ്തത്. അടുത്തായിട്ട് ഇ ഗവേണൻസ് എന്ന ടോപ്പിക്ക്
6 ക്ലാസ്സുകളിലൂടെയാണ് സുധി സാർ കംപ്ലീറ്റ് ചെയ്തത്. ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അശ്വതി ടീച്ചർ 17 ക്ലാസ്സുകളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്തത് ലോക്പാൽ ലോകായുക്ത എന്നത് 7 ക്ലാസ്സുകളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്സ് 16 ക്ലാസ്സുകൾ എടുത്തു. എക്സിക്യൂട്ടീവ്സ് മാത്രം 16 ക്ലാസ്സുകളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്യാൻ 16 ക്ലാസ്സുകളാണ് എടുത്തത്. എന്നാൽ ഗവൺമെന്റ് ലെജിസ്ലേച്ചർ എന്ന പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തത് 11 ക്ലാസ്സുകളിലൂടെയാണ്. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ കുറിച്ച് ക്ലാസ് എടുത്തത് ഏകദേശം 11 ക്ലാസ്സുകളിലൂടെയാണ് സാറ് തീർത്തത്. എന്നാൽ ജുഡീഷ്യറിയെ കുറിച്ച് 5 ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങൾക്ക് തീർത്തത്. പ്രധാനമായിട്ടും സുപ്രീം കോടതിയും ഹൈക്കോടതിയും കുറിച്ചുമാണ് ഈ 5 ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ചോദിക്കാം. അടുത്തായിട്ട് വരുന്നത് ഇലക്ഷനും പൊളിറ്റിക്കൽ പാർട്ടീസിനെയും കുറിച്ചും 7 ക്ലാസ്സുകളിലൂടെയാണ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്നിവ 6 ക്ലാസ്സുകളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഹരിസാർ 14 ക്ലാസ്സുകളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അടുത്ത പോർഷൻ വരുന്നത് വാട്ടർഷെഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. 5 ക്ലാസ്സുകളിലൂടെയാണ് സാർ അത് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അടുത്തായിട്ട് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് എന്നിവ 4 ക്ലാസ്സുകളിലൂടെയാണ് സുധി സാർ കംപ്ലീറ്റ് ചെയ്തത്. ലാൻഡ് റിഫോംസ് ആക്ടും 4 ക്ലാസ്സുകളിലൂടെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. 13 ക്ലാസ്സുകളിലൂടെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. 13 ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ്, പ്രധാനമായിട്ടും പോക്സോ ആക്ട് ആണ്, അത് കംപ്ലീറ്റ് ചെയ്തത് 9 ക്ലാസ്സുകളിലൂടെ ഹരിസാർ തന്നെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആണ് സാർ എടുത്ത ക്ലാസ്. അടുത്തായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ എടുത്തതും ഹരിസാർ തന്നെയാണ്. 8 ക്ലാസ്സുകളിലൂടെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന ടോപ്പിക്ക് നിങ്ങളെ പ്രിയപ്പെട്ട ഹിസ്റ്ററി അധ്യാപകനായ രാജേഷ് സാറാണ് എടുത്തത്. ഏകദേശം 9 ക്ലാസ്സുകളിലൂടെയാണ് സോഷ്യൽ വെൽഫെയറും സോഷ്യൽ സെക്യൂരിറ്റിയും കംപ്ലീറ്റ് ചെയ്തത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന ടോപ്പിക്ക് സുധി സാറാണ് കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 3 ക്ലാസ്സുകളിലൂടെയാണ് സുധി സാർ അത് കംപ്ലീറ്റ് ചെയ്തത്. കൃത്യമായിട്ടും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. നിങ്ങളോട് പറഞ്ഞ വാക്ക് കൃത്യമായിട്ടും വെറുതെ പാലിച്ചു എന്നുള്ളതല്ല, ഓരോ ക്ലാസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലക്ഷ്യയിൽ ഓൺലൈൻ അഡ്മിഷൻ എടുത്ത ഓരോ കുട്ടികൾക്കും ഈ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഓരോ ക്ലാസ്സും അധ്യാപകൻ എടുക്കേണ്ട എഫേർട്ടിന്റെ പരമാവധി എടുത്താണ് എടുത്തിരിക്കുന്നത്. അതും ആ സബ്ജക്ട് കൃത്യമായിട്ടും ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതെന്തിനാ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമാണ് കൃത്യമായിട്ടും ആ പോർഷൻസ് ക്ലാസ് എടുത്ത് അത് കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനിലും വെറുതെ കാണാപ്പാഠം പഠിപ്പിക്കും പോലെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അവർ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് പ്രസന്റേഷൻ ചെയ്തിട്ടുമുണ്ട്. ലക്ഷ്യയുടെ കോഴ്സുകളെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ മാത്രം ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ക്ലാസ്സുകൾ മാത്രമേ ഞങ്ങൾ ആരംഭിക്കാറുള്ളൂ. ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന രീതിയിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഞങ്ങളെ വിശ്വസിക്കുക. ഞങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ കഷ്ടപ്പെട്ട് പഠിക്കുക, അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസിൽ ഇക്കണോമിക്സ് പാഠഭാഗത്ത് PSC തന്നിരിക്കുന്ന സിലബസ് പൂർണ്ണമായിട്ടും ആപ്പിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു എന്നറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നോക്കിയടാ, ഇക്കണോമിക്സ് പാഠഭാഗത്ത് ഇതാണ് സിലബസ്. ആദ്യം കൊടുത്തിരിക്കുന്നത് ദേശീയ വരുമാനം, അതുപോലെ അത് കഴിഞ്ഞ് പെർ ക്യാപിറ്റ ഇൻകം, അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് ആദ്യത്തെ 4 ടോപ്പിക്ക്. ഇത് 4 ഇങ്ങനെ ഒരുമിച്ച് പറയാൻ കാരണം ഇത് 4 ഏകദേശം ഒരു കുടക്കീഴിൽ വരുന്ന ടോപ്പിക്കാണ്. ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദേശീയ വരുമാനം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൂടെ തന്നെയാണ് ഈ ബാക്കി 3 ടോപ്പിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 ടോപ്പിക്ക് ഒരുമിച്ച് പറഞ്ഞത്. ഈ 4 ടോപ്പിക്കിന്റെയും വീഡിയോസ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ മോഡൽ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ മോഡൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ദേശീയ വരുമാനത്തിന്റെ ഏകദേശം 26ഓളം വീഡിയോസ്, 26ഓളം വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപാദന ഘടകങ്ങൾ, സാമ്പത്തിക മേഖലകൾ. ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ സാമ്പത്തിക മേഖലകൾ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ അതിന്റെ 26 വീഡിയോസ് ആണ്. മുൻവർഷ ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഉൾപ്പെടെ 26 വീഡിയോസ് ആണ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.
പൂർണ്ണമായും കണ്ട് ഓർഡറിൽ കണ്ട് തന്നെ പഠിക്കുക. ആപ്പ് എടുത്തിട്ടുള്ള കുട്ടികളും ഇനി എടുക്കുന്ന കുട്ടികളും അത് ഓർഡറിൽ തന്നെ കണ്ട് പഠിക്കുക. 26 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ആ +2 ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ മറ്റ് ഒരുപാട് റെഫറൻസ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ക്ലാസ്സിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്, അതുപോലെ 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പ്ലാനിങ്ങിന്റെ ചരിത്രവും അതുപോലെ തന്നെ 5 ഇയർ പ്ലാനും പ്ലാനിംഗ് കമ്മീഷനും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ഭാഗത്ത് ആദ്യം പ്ലാനിങ്ങിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്ങിന്റെയും നീതി ആയോഗിന്റെയും 5 ഇയർ പ്ലാന്റെയും ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട്, ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ 5 ഇയർ പ്ലാനും പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗിന്റെയും കോമൺ ഹിസ്റ്ററിയാണ്. ഇത് 3നും ഒറ്റ ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് 3ന്റെയും കൂടെ ചരിത്രമായിട്ടൊരു കോമൺ വീഡിയോ ആയിട്ടാണ് അത് 3ഉം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷനും 4 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4 പാർട്ട്. അതിനുശേഷം നമ്മൾ 5 ഇയർ പ്ലാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 ഇയർ പ്ലാൻ 2 ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം പഞ്ചവത്സര പദ്ധതികൾ ഇക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ, അതായത് അതിന്റെ ലക്ഷ്യങ്ങൾ, വളർച്ച, അതുപോലെ തന്നെ തയ്യാറാക്കിയ ആൾക്കാരുടെ പേരുകൾ, അങ്ങനെ എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ 5 ഇയർ പ്ലാന്റെ കോർ കണ്ടന്റുകൾ മെയിൻ കണ്ടന്റുകൾ ഒരു 7 പാർട്ടായിട്ട്, ശ്രദ്ധിക്കണേ, 7 പാർട്ടായിട്ട് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും വികസന കാലയളവ് എന്നും പറഞ്ഞുകൊണ്ട് ടൈം ലൈനായിട്ട് അഡീഷണൽ ഫാക്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെയാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന ഫാക്ടുകൾ വികസന കാലയളവ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ 5 ഇയർ പ്ലാന്റെയും വികസന കാലയളവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 51 മുതൽ 56 വരെ നടന്ന കാര്യങ്ങൾ, 56 മുതൽ 61 വരെ നടന്ന കാര്യങ്ങൾ, ഈ 5 വർഷത്തിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ടൈം ലൈൻ ആയിട്ട് നമ്മൾ മോർ ഫാക്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വികസന കാലയളവ്. അപ്പൊ നോക്കിയേ, പഞ്ചവത്സര പദ്ധതികൾ ആദ്യം എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ മെയിൻ കണ്ടന്റുകൾ 7 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 5 ഇയർ പ്ലാൻ മോർ ഫാക്ട് എന്നും പറഞ്ഞുകൊണ്ട് വികസന കാലയളവ് നോക്കി, 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, 3, 4, 5, അതുപോലെ 6, 7, 8, 9, 10, 11, 12 ഈ 12 പഞ്ചവത്സര പദ്ധതികളുടെയും വികസന കാലയളവ് 12 പഞ്ചവത്സര പദ്ധതികളുടെയും വികസന കാലയളവ്, ഓരോ 5 വർഷം നടന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ടൈം ലൈനായിട്ട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം വീഡിയോസ് കാണുക, പരമാവധി ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണ്. അപ്പൊ 5 ഇയർ പ്ലാനും കഴിഞ്ഞു. അതുപോലെ തന്നെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ഭാഗമാണ് നീതി ആയോഗ്. നമുക്കറിയാം PSC പരീക്ഷകളിൽ, അത് ഏത് പരീക്ഷയായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ വീഡിയോസ് 9 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നീതി ആയോഗ് കറണ്ട് അഫയർ ഫാക്ട് ഉൾപ്പെടെ 9 പാർട്ടുകൾ നീതി ആയോഗിന്റെ വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നീതി ആയോഗിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ, നീതി ആയോഗ് റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്തായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഇൻഡെക്സുകൾ ഉൾപ്പെടെയുള്ള നീതി ആയോഗിന്റെ 9 പാർട്ട് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനും നീതി ആയോഗും നമ്മൾ പൂർണ്ണമായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 9 പാർട്ടാണ് നീതി ആയോഗിൻ്റെതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സിലബസ് നോക്കുമ്പോൾ സിലബസിൽ അടുത്ത കൊടുത്തിരിക്കുന്ന ഭാഗം ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും, അതാണ് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം. അപ്പൊ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ 13 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടേംസും അതിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 13 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ ആണേ. അവിടെ നമ്മൾ RBIയുടെ ഫാക്ട് പഠിക്കുന്നുണ്ട്, നബാർഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എക്സിം ബാങ്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കേരളത്തിലെ ബാങ്കുകളെ കുറിച്ച്, പ്രൈവറ്റ് ബാങ്കുകളെ കുറിച്ച്, ബാങ്കിങ് ടേംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി സിലബസിനകത്ത് അടുത്ത പറഞ്ഞിരിക്കുന്ന ഭാഗം റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ സിലബസിൽ അവർ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ആ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ പണനയം എന്ന ഭാഗമാണ് അതിനകത്ത് വരുന്നത്. പണനയം. ഓക്കെ, പണനയം എന്ന ഭാഗമാണ് അതിനകത്ത് വരുന്നത്. റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, ആ ഒരു ടോപ്പിക് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പണനയം എന്ന് പറയുന്ന ഭാഗം, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പണനയം എന്ന് പറയുന്ന ഭാഗവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, അതായത് മോണിറ്ററി പോളിസി, പണനയം, ഈ ഭാഗത്ത് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ മാതൃകാ ചോദ്യങ്ങളും ഉൾപ്പെടെ 10
പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 പാർട്ട് വീഡിയോസ്. അപ്പൊ എന്താണ് ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതിന്റെ പ്രവർത്തനങ്ങൾ, കറണ്ട് അഫയർ ഫാക്ടുകൾ ഉൾപ്പെടെ ഇനി ഒരുപാട് അപ്ഡേഷൻസ് വരുന്ന ഏരിയയാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. പരമാവധി റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോസിൽ ആദ്യം എടുത്ത വീഡിയോസിൽ നിന്ന് മാറി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് വരെ നമ്മൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉൾപ്പെടെ നമ്മൾ ഏകദേശം 10 പാർട്ടോളം വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക്, ഓർത്തോളുക. ഇനി സിലബസിന്റെ അവസാന ഭാഗത്തിലോട്ട് വരുമ്പോൾ നോക്കിയേ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസ്ക്കൽ പോളിസി. ഇത്രയും ഞാൻ ഒരുമിച്ച് പറയാൻ കാരണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേശീയ വരുമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ടോപ്പിക് ഒരു കുടക്കീഴിൽ വരുന്ന ടോപ്പിക്കാണ്. പബ്ലിക് റവന്യൂ, ടാക്സ്, നോൺ ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസ്ക്കൽ പോളിസി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ധനനയം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഫിസ്ക്കൽ പോളിസി, ധനനയം, അതിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് പൊതുവരുമാനം, പൊതുചെലവ്, ടാക്സ്, നോൺ ടാക്സ് എന്നൊക്കെ പറയുന്ന ബജറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 2025-26 യൂണിയൻ ബജറ്റ്, കറണ്ട് അഫയർ, 2024-25 എക്കണോമിക് സർവേ, ഇതൊക്കെ ഉൾപ്പെടെ ഏകദേശം 22ഓളം പാർട്ട് വീഡിയോസ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഒരു കുടക്കീഴിൽ വരുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് 22ഓളം വീഡിയോസ് ആണ് നമ്മൾ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഫിസ്ക്കൽ പോളിസി, പബ്ലിക് റവന്യൂ, എക്സ്പെൻഡിച്ചർ, ടാക്സ്, നോൺ ടാക്സ്, അതുപോലെ ബജറ്റ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഏകദേശം 22ഓളം പാർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയർ ഉൾപ്പെടെ 25-26 യൂണിയൻ ബജറ്റ്, 24-25 എക്കണോമിക് സർവേ, അതുപോലെ ഗവൺമെന്റ് വരുമാനം, ചെലവ്, ടാക്സ്, നോൺ ടാക്സ് ഉൾപ്പെടെ 22ഓളം വീഡിയോസ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ടോപ്പിക് ഉൾപ്പെടെയാണ് 22 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ ധനനയം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള പരീക്ഷ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നേക്കുന്നത് ഒന്ന് ദേശീയ വരുമാനവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 4 ടോപ്പിക് നമ്മൾ ആദ്യം പഠിച്ചു. അതുപോലെ തൊട്ട് മുന്നേ നമ്മൾ നോക്കിയ മോണിറ്ററി പോളിസി, അതായത് RBIയുടെ പ്രവർത്തനങ്ങൾ. ഇനിതാ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ധനനയം. ഈ 3 ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. 22ഓളം പാർട്ട് വീഡിയോസ് ഉണ്ട്. ഓർഡറിൽ കണ്ട് പഠിക്കുക ആപ്പ് എടുത്ത ആൾക്കാർ. ഓക്കെ ആണേ. ഇനി സിലബസിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഭാഗം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. അപ്പൊ നോക്കിയേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിനകത്തും സിവിക്സിനകത്തും വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സിവിക്സിനകത്ത് അധ്യാപകൻ വളരെ വിശദമായിട്ട് അതിന്റെ 14 പാർട്ട് വീഡിയോസ് ഉണ്ട്. വളരെ വിശദമായിട്ട് 14 പാർട്ട് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അധ്യാപകൻ എടുത്തിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചാൽ മതിയാവും. ഇക്കണോമിക്സ് പാഠഭാഗത്തും അത് തന്നെയാണ് വരുന്നത്. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് അങ്ങനെ തന്നെ പഠിച്ചോളുക. അപ്പൊ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള ഇക്കണോമിക് സിലബസ് പൂർണ്ണമായിട്ടും നമ്മുടെ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായിട്ട് NCERT ബുക്കും അതുപോലെ എക്കണോമിക്സിന്റെ മറ്റ് പല റെഫറൻസ് ഗൈഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ ക്ലാസ് എടുത്തിരിക്കുന്നത്. പരമാവധി ആപ്പ് എടുത്ത കുട്ടികൾ റിവിഷനൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇക്കണോമിക് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാഠഭാഗവും വിശദമായിട്ട് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരും. എക്കണോമിക്സ് എപ്പോഴും ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ്. എപ്പോഴും കണക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വ്യക്തികളും കണക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ പുതിയ അപ്ഡേഷൻസ് ഇനിയും വരും. അപ്പൊ പുതിയ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് പരമാവധി നമ്മൾ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ പരീക്ഷ അടുത്ത് വരികയാണ്, ഇനിയും സമയമുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് എക്സ്ട്രാ ഫാക്ട് എന്നോ അല്ലെങ്കിൽ മോസ്റ്റ് റെലവന്റ് ടോപ്പിക് എന്നോ തോന്നുന്ന ഏതെങ്കിലും പോർഷൻസോ അല്ലെങ്കിൽ തന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കാം, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. ആപ്പിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ ആ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അടുത്ത് എത്തിക്കഴിഞ്ഞു. സമയം വേസ്റ്റ് ആക്കാതെ സമയം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ലതുപോലെ പഠിക്കുക, റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. കാണാം. താങ്ക് യു. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആരംഭം കോഴ്സുകൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചതിൽ നന്ദി. അപ്പോൾ ആരംഭം കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഇതൊരു പോർഷൻ കംപ്ലീറ്റഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചരിത്ര വിഭാഗത്തിൽ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്ത ഭാഗങ്ങളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ആരംഭം ക്രാഷ് കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. അങ്ങനെ കംപ്ലീറ്റഡ് ആയി എന്ന് ധൈര്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലക്ഷ്യയുടെ ഒരു പ്രത്യേകതയായിട്ട് ഈ കോഴ്സിൽ ഉള്ളത്. ഇവിടെ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യമാണ് പറയുന്നത്. ഓരോ സബ്ജക്റ്റും അതായത് അധ്യാപകർ വന്ന് പറയുന്നതായിരിക്കും. ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം അതിന്റെ ഒരു സിലബസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ളതാണ് അതിന്റെ തുടക്കം.
അതായത് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടുന്ന് വരുന്നത്. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം വരുന്നുണ്ട്. സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റീഫോം മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനത്തിന് ശേഷമുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവിടെ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റിന്റെയും പ്രവർത്തനങ്ങൾ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ, ആർട്സ് ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് കലാസാഹിത്യത്തിന്റെയൊക്കെ പങ്ക് എന്നുള്ളത് സിലബസിൽ പ്രധാന ചോദ്യമായി വരുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുകളിൽ മഹാത്മാഗാന്ധിയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുകളാണ്. അത് വളരെ വലിയ ദൈർഘ്യമേറിയ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഗാന്ധിജി വന്ന 15 ജനുവരി 9 മുതൽ 47 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള സംഭവവിപുലമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ടും ആക്ട് ദ ഫോളോയിങ്ങിലായിട്ടും റോങ്ലി മാച്ച്, കറക്റ്റ്ലി മാച്ച് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് ആണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സംസ്ഥാന പുനഃസംഘടനയും സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജിയുടെ ഒക്കെ ഡെവലപ്മെന്റും ഫോറിൻ പോളിസി, വിദേശ നയങ്ങളും ഒക്കെയാണ് സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചരിത്ര വിഭാഗം ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം പരീക്ഷകൾക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഉള്ളതുപോലെ അല്ല ചോദ്യങ്ങൾ വരിക, കുറച്ചുകൂടെ സങ്കീർണമായ ചോദ്യങ്ങളാണ് വരുന്നത്. ചില സബ്ജക്റ്റുകൾ മാത്രം, ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ നല്ലൊരു നിർണായകമായ മാർക്കുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗത്ത് 17 ക്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദീർഘമായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. 17 ക്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതൽ ബ്രിട്ടീഷും നവാബും തമ്മിലുള്ള പ്രശ്നം, കോൺഫ്ലിക്റ്റുകൾ, ആ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ സിസ്റ്റം, നമുക്കറിയാം മഹൽവാരി, ശാശ്വത ഭൂനിധി വ്യവസ്ഥ, റൈറ്റ് വാരി, ഈ സിസ്റ്റത്തിലൂടെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷൻ വളരെ ശക്തമായി മാറിയത്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി അത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ശാശ്വത ഭൂനിധി വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗവർണർ ജനറൽമാർ, അവരുടെ അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് മുതൽ ഡൽഹൌസി വരെയുള്ളവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗവർണർ ജനറൽമാര്. പിന്നെ വൈസ്രോയിമാരുടെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരും. നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം 57 ശേഷം ഇവിടെ വൈസ്രോയിയുടെ ഭരണമാണ് ഉണ്ടായിരുന്നത് 47 വരെ. അപ്പോൾ വൈസ്രോയിമാരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. കാനിങ് മുതൽ തന്നെ അതും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വൈസ്രോയിമാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇവിടെ 2021 തൊട്ട് 24 വരെയുള്ള ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിമാരുടെ മുൻവർഷ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ അവസാനം അവരുടെ മുൻവർഷ ചോദ്യങ്ങൾ കൂടി നൽകുക എന്നത് ഈ ഒരു ചരിത്രത്തിന് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ചരിത്രത്തിൽ പല ചോദ്യങ്ങളും ആവർത്തന സ്വഭാവമുള്ളതാണ്. അപ്പോൾ അതിനെ നേരിടാനാണ് അങ്ങനെ നൽകിയത്. അടുത്തതിലേക്ക് പോവാം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ 6 ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഈ 6 ക്ലാസ്സുകളിലൂടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മുതൽ അതിലുണ്ടായിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതി മുതൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകളെല്ലാം തന്നെയും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഉള്ളിലും ആഴത്തിലും പരപ്പിലും തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എൻലിസ്റ്റ്മെന്റ് ആക്ടുകൾ, ജനറൽ എൻലിസ്റ്റ്മെന്റ് ആക്ടുകളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ ചരിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. 6 ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത്. ഈ 6 ക്ലാസ്സുകളാണുള്ളത്. അത് പാർട്ട് 1, പാർട്ട് 2 എന്നുപോലെ 6 പാർട്ടായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഫോർമേഷൻ ഓഫ് INC ആൻഡ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞ. അപ്പൊ INC സ്വദേശി മൂവ്മെന്റോടെ ചേർത്ത് 8 ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ INCയുടെ രൂപീകരണം മുതൽ അവയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടു അതോടൊപ്പം തന്നെ സ്വദേശി മൂവ്മെന്റിനെ ഇന്നോളം ആഴത്തിലും പരപ്പിലും പോകാത്ത ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ട് അവയെ കൂടെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ INCയുടെ രൂപീകരണത്തെ അതിന്റെ ചരിത്ര പ്രാധാന്യത്തോടു കൂടിയും ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 വീഡിയോ ക്ലാസ്സുകളാണ് ഈ 2 ഭാഗത്തു നിന്ന് എടുക്കാറുള്ളത്. സാധാരണഗതിയിൽ 1-2 വീഡിയോ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ വരുന്ന പല ഭാഗങ്ങളുമാണ് ഇത്. എങ്കിലും ആഴത്തിലും പരപ്പിലും അത് 8 വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. നോക്കുക, അത് 1, 2, 3, 4, 5 പാർട്ട് കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. INCയുടെ രൂപീകരണത്തിന് നൽകിയിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തിന് 1, 2, 3 എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൽ സ്വദേശി പ്രസ്ഥാനത്തിന് പാർട്ട് 2 സ്വദേശി പ്രസ്ഥാനം ആഴത്തിലുള്ള പഠനം എന്നാണ് എൻ്റെ പേര്. ആഴത്തിലുള്ള പഠനം എന്ന് തന്നെ കൊടുത്ത് ഒരു പാർട്ട് കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആണ് ആ 8 വീഡിയോകൾ വരുന്നത്. അടുത്ത ഭാഗം സോഷ്യൽ റീഫോം മൂവ്മെന്റ് ആണ്. നമുക്കറിയാം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ 8 വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. 8 വീഡിയോയിലൂടെ നമ്മൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്.
അതിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം നമുക്കറിയാം ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ് ഒക്കെയാണ്. അപ്പൊ അതുമുതൽ സേവാ സദൻ, ആര്യ സമാജം, പിന്നെ എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ കൂടിയുണ്ട്. അതിൽ റാങ്ക് മേക്കിംഗ് ആയുള്ള സെക്ഷൻ മാത്രമായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമുണ്ട്. പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ, ഇതെല്ലാ ഭാഗത്തു നിന്നും ഹിസ്റ്ററിയിലുണ്ട്. ഓരോ ടോപ്പിക്കിന്റെയും 3-4 വർഷത്തെ PQ അവിടെ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അതുകൂടെ ചെയ്ത് നോക്കാം. ഹിസ്റ്ററിക്ക് ആണ് കൂടുതൽ അത് വേണ്ടത്, അതുകൊണ്ട് അതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് ദിവസം ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ആർജിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ HRA, HSRA അവയുടെ ചരിത്രവും ഒക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കാം. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ചോദിക്കാം. സ്വാഭാവികമായിട്ട് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം കൂടി 3 വീഡിയോയിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അവിടെ. അടുത്തത് ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്, കലാസാഹിത്യം എന്നിവയുടെ പങ്ക്, പത്രങ്ങൾ, കലാസാഹിത്യം എന്നിവയുടെ പങ്ക് പ്രാധാന്യത്തോടെ ചോദ്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 6ഓളം ക്ലാസ്സുകൾ അതിന് മാത്രമായി നൽകിയിട്ടുണ്ട്. പണ്ട് 1-2 ക്ലാസ്സുകളിനുള്ളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ 6 ക്ലാസ്സോളം എടുത്താലാണ് അതിലെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതുകൊണ്ട് 6 ക്ലാസ്സുകളാണ് എന്നെ നൽകിയിരിക്കുന്നത്. അതിനകത്ത് നോക്കാം. ദേശീയ പ്രസ്ഥാനങ്ങളിൽ പത്രം, കലയുടെ പങ്ക് കൊടുത്തിട്ട് പാർട്ട് 1-ൽ പത്രങ്ങളുടെ പങ്ക് മാത്രം കൊടുത്ത് വീണ്ടും പത്രങ്ങളുടെ പങ്ക് കൊടുത്തു, വീണ്ടും പത്രങ്ങളുടെ മാത്രം മുൻവർഷ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതായത് പത്രങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ മാത്രം എടുത്തിട്ട് അതിൽ 2 വീഡിയോസോളം ചെയ്തു. അതിനുശേഷം അവയെക്കുറിച്ച് മാത്രമുള്ള 2021 മുതൽ 24 വരെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ വെച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇപ്പം ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരാൾ ആ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് ഓട്ടിച്ച് പഠിച്ചിട്ടങ്ങ് പോവാം എന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ കലയുടെ പങ്ക് കൊടുത്തിട്ട് വീണ്ടും അവിടെ കലാസാഹിത്യത്തിന്റെ പങ്കിന്റെ മാത്രം PQ സെറ്റ് ഇട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിശാലമായിട്ട് അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഇതാണ് നമുക്ക് ഏറ്റവും വലിയ മേഖല. ഏത് പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വലിയ മേഖലയാണത്. അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ വലിപ്പം കൊണ്ട് തന്നെ 28 ക്ലാസ്സുകളാണ് അതിലെടുത്തിട്ടിരിക്കുന്നത്. 28 ടോട്ടൽ ക്ലാസ്സസ്, 28 വീഡിയോകൾ അതിന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങളാണ്. ചമ്പാരൻ, അഹമ്മദാബാദ് സത്യാഗ്രഹം, പിന്നെ അതിന്റെ ഇടയിലുള്ള മറ്റ് സംഭവങ്ങളുണ്ടല്ലോ, മുസ്ലിം ലീഗ്, സൂററ്റ്, മിതവാദി തീവ്രവാദികൾ, ഗദ്ദാർ പാർട്ടി, ഖേദ സത്യാഗ്രഹം, ഖിലാഫത്ത് പ്രസ്ഥാനം, റൗലറ്റ് ആക്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം തന്നെയും NCERT-യിലെ കണ്ടന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ SCERT, NCERT പിന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഇവിടെ പഠിക്കണ്ട. അവയുടെ കണ്ടന്റുകൾ തന്നെ ആഡ് ചെയ്തിട്ടാണ് ആ ക്ലാസ്സുകൾ ഉള്ളത്. അവിടെയും തന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. 17 മുതൽ 19 വരെയുള്ള ഗാന്ധി യുഗത്തിന്റെ മുൻവർഷ ചോദ്യങ്ങൾ സോർട്ട് ചെയ്ത് നൽകിയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിനിടയിൽ മാത്രം ചോദിച്ച ചോദ്യങ്ങൾ മാത്രം അവിടെ പ്രത്യേകമായി പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ NCERT, SCERT മറ്റു പുസ്തകങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് കവർ ആവുന്നതാണ്. പിന്നെ നിസ്സഹരണ പ്രസ്ഥാനം ആമുഖം, നിസ്സഹരണ പ്രസ്ഥാനം വീണ്ടും, നിസ്സഹരണ പ്രസ്ഥാനത്തിന് മാത്രം മുൻവർഷ ചോദ്യങ്ങൾ, സിവിൽ നിയമന പ്രസ്ഥാനം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. സിവിൽ ലംഘന പ്രസ്ഥാനത്തിന് മാത്രം മുൻവർഷ ചോദ്യങ്ങൾ, ഗാന്ധി ഇർവിൻ ഉടമ്പടി, കമ്മ്യൂണൽ അവാർഡ്, പൂനെ ഉടമ്പടി, ഓഗസ്റ്റ് ഓഫർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ, ക്രിസ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സമാന്തര സർക്കാരുകളെ കുറിച്ച്, വ്യക്തി സത്യാഗ്രഹത്തെ കുറിച്ച്, അഡ്ലി ഡിക്ലറേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, മൗണ്ട് ബാറ്റൻ പദ്ധതി വരെ അവസാനിക്കുന്നത് വരെ ഉള്ള വീഡിയോസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടും ദീർഘമായിട്ടും അവിടെ പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് മധ്യകാല ഇന്ത്യയിൽ സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. മധ്യകാല ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനുകളെ ചോദിക്കാറുണ്ട്. അവയെക്കുറിച്ച് ഉള്ള വീഡിയോയോട് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ആദ്യകാല മുസ്ലിം ആക്രമണങ്ങൾ, ഡൽഹി സുൽത്താനേറ്റ്, നമുക്കറിയാം മുഗൾ രാജാക്കന്മാർ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയവരുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്ത് അവരെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇന്ത്യസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് ഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, അപ്പൊ അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവറുകൾ ഉൾപ്പെടുത്തി 4 ക്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അവയുമായി ബന്ധപ്പെട്ട് പുനഃസംഘടനയ്ക്ക് ക്ലാസ് ഉണ്ട്, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്താണ്, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്താണ് നമ്മുടെ വിദേശ നയം, ഇവയെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായിട്ട് അവിടെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോഴ്സ് നമ്മുടെ സിലബസ് അനുസരിച്ച് സിലബസിലെ ഓരോ പോയിന്റുകളെയും വ്യക്തമായി വിശകലനം ചെയ്ത് അവയുടെ മുൻവർഷ ചോദ്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ട് അവയിലൂടെ നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ കോഴ്സ് അവിടെ വിജയകരമായി ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷൻ അവിടെ കംപ്ലീറ്റഡ് ആണ്. അടുത്തതായി ഇംഗ്ലീഷ് വിഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്
പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ പോർഷനിൽ നിന്നും 20 മാർക്കുകൾക്കാണ് PSC ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 മാർക്കിനുള്ള, അതായത് 10 മാർക്കിന് ഗ്രാമറും 10 മാർക്കിന് ഇംഗ്ലീഷ് ഒക്കാബുലറിയുമാണ് PSC സിലബസിൽ നൽകിയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ജനറൽ ഇംഗ്ലീഷിൽ ഗ്രാമർ വിഭാഗത്തിൽ നിന്നും 10 മാർക്കിനുള്ള പോർഷനാണ് PSC നൽകിയിട്ടുള്ളത്. അതിൽ സിലബസിൽ നൽകിയിട്ടുള്ള 15 ടോപ്പിക്സ് ആണ് ഗ്രാമർ വിഭാഗത്തിൽ PSC ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടോപ്പിക് 1 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്. ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെന്റൻസുകൾ, സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, അതുപോലെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്, ഇങ്ങനെ വരുന്ന ടൈപ്സ് ഓഫ് സെന്റൻസുകളും അതിന്റെ ഇന്റർചേഞ്ച് ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുമാണ് ഒന്നാമത്തെ ടോപ്പിക്, ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ദെയർ ഇന്റർചേഞ്ചസ്. സെക്കൻഡ് വൺ ഡിഫറന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചുകൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ ആപ്പിൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് തുടങ്ങി വരുന്ന പാർട്സ് ഓഫ് സ്പീച്ചുകളും പ്രത്യേകം ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ദെൻ എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഏതൊരു PSC എക്സാമിന് വളരെയധികം പ്രാധാന്യമുള്ള, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയുന്ന സിലബസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺകോഡും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ആപ്പിൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് വൺ ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ തുടങ്ങിയ 3 ആർട്ടിക്കിളുകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ക്ലാസ്സുകൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ദെൻ ആർട്ടിക്കിളും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മിക്കവാറും എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസും. ദെൻ ഫിഫ്ത്ത് വൺ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബുകൾ 24 ഇംഗ്ലീഷിലുള്ളത്. പ്രൈമറി, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ഓക്സിലറി വെർബുകളെന്നും മോഡൽ ഓക്സിലറി വെർബുകളെന്നും. ഈ വിഭാഗത്തിൽ നിന്നും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ 6ാമത്തെ ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ്സ്. ഈ കഴിഞ്ഞ LD എല്ലാ എക്സാംസിനും ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗും PSC ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്. ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ടും അതിനും വിശദമായ ക്ലാസ്സുകൾ തന്നെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ദെൻ ടെൻസസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ടെൻസസ്. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, ഈ 3 ടെൻസുകളും അതിന്റെ ഡിവിഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ആപ്പിൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ 9th വൺ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ഇഫ് ക്ലോസ്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസും PSC എക്സാമിന് സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ 10th വൺ പ്രിപ്പോസിഷൻ, വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. എല്ലാ എക്സാംസിനും കൃത്യമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതിനും വിശദമായി തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ദെൻ യൂസസ് ഓഫ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്, either or, neither or, not only but also തുടങ്ങി വരുന്ന കോറിലേറ്റീവ് കൺജങ്ഷനും PSC സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതും മിക്കവാറും PSCയുടെ എല്ലാ എക്സാംസിനും, ഡിഗ്രി, LD എല്ലാ എക്സാംസിനും കൃത്യമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, വെരി വെരി ഇമ്പോർട്ടന്റ് മറ്റൊരു ടോപ്പിക്കാണ് അത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്, ആക്റ്റീവ് വോയിസ് എന്ന് പാസീവ് വോയിസിലേക്ക് സെന്റൻസുകളെ കൺവേർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു സെന്റൻസിൽ, പാസീവ് സെന്റൻസിൽ കൃത്യമായിട്ട് വെർബ് പ്ലേസ് ചെയ്യുന്നതിനൊക്കെ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ദെൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇങ്ങനെ 3 ഡിഗ്രികളാണുള്ളത്. ഇതിൽ 3 ഡിഗ്രികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതോടൊപ്പം തന്നെ ഒരു ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു ഡിഗ്രിയിലേക്ക് സെന്റൻസുകളെ കൺവേർട്ട് ചെയ്യാനും ഒക്കെ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കും. സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ കറക്ഷൻ ഓഫ് സെന്റൻസ്, നമ്മുടെ എല്ലാ ടോപ്പിക്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പോർഷനാണ് കറക്ഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. ഡിഫറന്റ് ഗ്രാമർ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാം. അതിനും വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ആപ്പിൽ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ 15 ടോപ്പിക്കുകളിൽ നിന്ന് 10 മാർക്കിനാണ് ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ ഒക്കാബുലറി, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഒക്കാബുലറി. ഇതിൽ നിന്നും 10 മാർക്കിനാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ ആൻഡ് കളക്റ്റീവ് നൗൺസ്, ഈ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ദെൻ കോമ്പൗണ്ട് വേർഡ്സ്, ദെൻ സിനോണിംസ്, ആന്റോണിംസ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഫ്രൈസൽ വെർബ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് ക്വസ്റ്റ്യൻസ് സ്ഥിരം കാണുന്നതാണ്. ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാംസിനുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, idioms and their meanings, very very important. Then expansion and meaning of common abbreviations. അപ്പോൾ ഇങ്ങനെ 12 ടോപ്പിക്കുകളാണ് വൊക്കാബുലറി പോർഷനിൽ PSC സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിനും വൊക്കാബുലറിക്കുമായി പ്രത്യേകം തരംതിരിച്ച് തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമർ വിഭാഗത്തിൽ നിന്നും ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് എന്ന ടോപ്പിക്ക്
അതിൽ 3 വീഡിയോസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 വീഡിയോസിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ പോർഷൻ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ഇതിനായി 6 വീഡിയോസ് ആണ്, ക്വസ്റ്റ്യൻ ടാഗിന് വേണ്ടി 6 വീഡിയോസ് ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി PSC ചോദിക്കുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിലബസ് ഈ പോർഷൻ കവർ ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് വൺ ടെൻസസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്. ഇതിനായി 11 വീഡിയോകളാണ് ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടെൻസിൽ നിന്ന് എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് ടെൻസ് എന്ന ടോപ്പിക് ഞങ്ങൾ കൃത്യമായി ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് കോൺകോഡ് എന്ന് പറയുന്നത്. ഇതിനായി 6 വീഡിയോസ് ആണ് ആപ്പിൽ നൽകിയിട്ടുള്ളത്. 6 വീഡിയോകളിലായി സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ ഡിഫറെന്റ് റൂൾസുകൾ ഞങ്ങൾ ഈ പോർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇതിനും 11 വീഡിയോകളാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്റ്റീവ് വോയിസ് എന്ന് പാസീവ് വോയിസിലേക്ക് ഒരു സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സെന്റൻസുകൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ഐഡന്റിഫൈ, അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്ന രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ടോപ്പിക് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾസിനായി 6 വീഡിയോസ് ആണ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന് വേണ്ടി 6 വീഡിയോസ് ആണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്, ഇതും 6 വീഡിയോകളിലായി ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് എന്ന ടോപ്പിക്കും 6 വീഡിയോകളിലായിട്ടാണ് ഞങ്ങൾ ഈ പോർഷൻ കവർ ചെയ്തിട്ടുള്ളത്. ദെൻ പാർട്സ് ഓഫ് സ്പീച്ചിന് വേണ്ടി 5 വീഡിയോസ് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിപ്പോസിഷൻ, 7 ക്ലാസ്സുകളായിട്ടാണ് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതിനു വേണ്ടി 8 പോർഷൻസ് 8 ക്ലാസ്സുകളാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റിവെച്ചത്. ഇതിലും ഡിഫറന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള വ്യത്യസ്തമായ രീതിയിൽ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന പോർഷനും കവർ ചെയ്തിട്ടുള്ളത്. ദെൻ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ഇതിനു വേണ്ടിയും 6 വീഡിയോകളാണ് നീക്കി വെച്ചിട്ടുള്ളത്. ദെൻ യൂസസ് ഓഫ് കോറിലേറ്റീവ്സ്, ഇതിനുവേണ്ടി 2 വീഡിയോകളിലായിട്ടാണ് യൂസസ് ഓഫ് കോറിലേറ്റീവ്സ് എന്ന ക്ലാസ് നൽകിയിട്ടുള്ളത്. ദെൻ ടൈപ്സ് ഓഫ് സെന്റൻസസ്, 3 വീഡിയോകളിലായിട്ടാണ് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന ക്ലാസ് ഞങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 3 വീഡിയോകളിലായി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ പ്രതിപാദിക്കുന്ന ക്ലാസ്സുകളാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, 7 വീഡിയോകളിലൂടെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ സെന്റൻസ് കറക്ഷൻ, എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെന്റൻസ് കറക്ഷൻ എന്ന പോർഷനിൽ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡിഫറെന്റ് ഏരിയകളിൽ നിന്നും PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതേ രീതിയിൽ തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യനിലൂടെ സെന്റൻസ് കറക്ഷൻ എന്ന ടോപ്പിക്കും 5 വീഡിയോകളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഒക്കാബുലറി പോർഷനിലേക്ക് വരുമ്പോൾ ഇഡിയംസ്, 6 ക്ലാസ്സുകളാണ് ഇഡിയംസിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 5 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്. ദെൻ കളക്റ്റീവ് നൗണിന് വേണ്ടി 3 വീഡിയോകളാണ് കളക്റ്റീവ് നൗണിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് 4 വീഡിയോകളാണ്. ഫോറിൻ വേർഡ്സ് എന്ന പോർഷൻ കവർ ചെയ്യുന്നത് 4 വീഡിയോകളിലൂടെയാണ്. ദെൻ ഫ്രൈസൽ വെർബ് 12 വീഡിയോകളാണ് ഫ്രൈസൽ വെർബ് എന്ന പോർഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനോണിംസിന് വേണ്ടി 3 ക്ലാസ്സുകൾ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് വേർഡ്സിന് വേണ്ടി 2 വീഡിയോസ് ആണ്. കൺഫ്യൂസിംഗ് വീഡിയോ 2 വീഡിയോകളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ അബ്രീവേഷൻസിന് വേണ്ടി 2 വീഡിയോ, അതുപോലെ തന്നെ സ്പെൽ ചെക്കിന് വേണ്ടി സ്പെൽ ചെക്കും 2 വീഡിയോകളിലൂടെയാണ് സ്പെൽ ചെക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ജെൻഡറിന്റെ ക്ലാസ്സുകൾ 2 വീഡിയോകൾ ജെൻഡറിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ 1 ക്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ദെൻ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് 1 ക്ലാസ്, കോമ്പൗണ്ട് വേർഡ്സ് ഒറ്റ ക്ലാസ് ആണ്. ദെൻ ആന്റോണിംസും 1 ക്ലാസ്സിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ടോട്ടൽ 140 വീഡിയോസ് ആണ് ഇംഗ്ലീഷ് വിഭാഗത്തിന് വേണ്ടി, ഇംഗ്ലീഷ് സബ്ജക്റ്റിന് വേണ്ടി 140 വീഡിയോകളാണ് ഞങ്ങൾ ആപ്പിൽ ആകെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 45 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ സിലബസിൽ പറയുന്ന ടോപ്പിക്സ് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി വളരെ ഡീപ്പായി തന്നെയാണ് ഞങ്ങൾ ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആരംഭം എന്ന കോഴ്സിന്റെ കംപ്ലീഷൻ വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ജോഗ്രഫി എന്ന സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. ജോഗ്രഫിയുടെ സിലബസ് നമുക്കറിയാം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. 3 ഭാഗങ്ങൾ ചേരുന്നതാണ് ജോഗ്രഫിയുടെ എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത്. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. സോ ഈ ഒരു ജോഗ്രഫിയുടെ സിലബസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഈ പറയുന്ന സിലബസ് നോക്കുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫിയുടെ സിലബസ് നിങ്ങൾ ഈ കാണുന്നതാണ്. ഏകദേശം ഈ ഒരു വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന സിലബസിൽ നിന്നും ഏകദേശം 130-ലധികം ലെക്ചർ വീഡിയോസ് ആണ് നമ്മൾ ഈ പറയുന്ന ആരംഭം എന്ന കോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 130+ വീഡിയോസ് ഈ പറയുന്ന വേൾഡ് ജോഗ്രഫിയുടെ സിലബസുമായി റിലേറ്റ് ചെയ്ത് ആകെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
നമുക്ക് നോക്കാം വേൾഡ് ജോഗ്രഫിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫിയുടെ സിലബസിന്റെ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്ന മേഖലകളിൽ നിന്നും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അതേപോലെ അതിനുശേഷം വരുന്ന അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ ഒരു ചെറിയ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് നിങ്ങളിവിടെ വ്യൂവിൽ കാണുന്നത്. ഇതിന്റെ ബാക്കി എൻറ്റയർ ലിസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷനകത്ത് കയറിയാൽ കാണുവാൻ സാധിക്കും. അതിനുശേഷം പ്രഷർ ബെൽറ്റ്, വിൻസ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, ഈ ഒരു കാര്യവും നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന സിലബസിനകത്ത് നമ്മൾ ഈ ഒരു ആരംഭം കോഴ്സിനകത്ത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏകദേശമുള്ള ചില സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ബാക്കി എൻറ്റയർ ലിസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ആരംഭം കോഴ്സിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ NCERT ബേസ് ചെയ്തിട്ട് റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന സെൻസേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്, കോണ്ടിനെന്റ്സിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചും ഓഷൻ കറൻസിനെ കുറിച്ചും എല്ലാം നമ്മൾ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കി. ഓഷന്റെ എല്ലാ മൂവ്മെന്റ്സും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ മനസ്സിലാക്കിയതാണ്. ഈ ഒരു ഓഷനും ഓഷൻ കറൻസും മാത്രം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 28 വീഡിയോസ് ഉണ്ട് ഈ പറയുന്ന ഓഷനും ഓഷൻ കറൻസും എന്ന് പറയുന്ന ടോപ്പിക്കുമായി മാത്രം നിങ്ങളുടെ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ഒരു ചെറിയ ലിസ്റ്റ് മാത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ ഏകദേശം 28ഓളം വീഡിയോസ് അത് മാത്രം തന്നെയുണ്ട്. സോ അത്രത്തോളം ഈ എല്ലാ മേഖലകളെയും കവർ ചെയ്താണ് നമ്മൾ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന സിലബസ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം ഏകദേശം 130+ വീഡിയോസ് നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിലും നമ്മൾ പ്രധാനമായിട്ടും PQ ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ജോഗ്രഫി സിലബസിനകത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് നമുക്കറിയാം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. ഇന്ത്യൻ ഫിസിയോഗ്രഫിയും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. ഏകദേശം 135+ വീഡിയോസ് ആണ് ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇന്ത്യൻ ജോഗ്രഫി എന്ന പ്ലേലിസ്റ്റിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. 135+ ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. ടോപ്പിക് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്ന മേഖല, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും ഇന്ത്യയുടെ ജിയോളജിക്കൽ ഡിവിഷൻസും, അതേപോലെ തന്നെ ഏകദേശം ഈ ഒരു ഹിമാലയാസും ഈ ഒരു ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസും മാത്രം, അതായത് നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രം റിലേറ്റ് ചെയ്ത് നമ്മൾ 29+ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 29+ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ആരംഭം കോഴ്സിനകത്ത് കാണുവാൻ സാധിക്കും. കൃത്യമായി നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും വിത്ത് NCERT ഫാക്റ്റും SCERT ഫാക്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇത് കൂടാതെ ചുരങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ റിവേഴ്സ്, നോർത്തേൺ ഗേറ്റ് പെയിൻ, പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന ഭാഗം, ഇവിടെയും ഈ പറയുന്ന ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിനെ നമ്മൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സിന്റെ കൂടെ വാട്ടർഫോൾസിനെ കുറിച്ചും ലേക്സിനെ കുറിച്ചും എല്ലാം നമ്മൾ വ്യക്തമായി നമ്മളിവിടെ ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, നമ്മൾ ഈ പറയുന്ന കോസ്റ്റൽ പ്ലെയിൻ തീരപ്രദേശത്തെ കുറിച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന ഐലൻഡ്സിനെ കുറിച്ചും ഡെസേർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ക്ലൈമറ്റിനെ കുറിച്ചും നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചും എല്ലാം നമ്മൾ ഇവിടെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്ത് നിങ്ങൾ കാണുന്ന ഭാഗമാണ് നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും നാച്ചുറൽ വെജിറ്റേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ സാധിക്കും. അതേപോലെ സിലബസിന്റെ ഏറ്റവും അവസാനം എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന ആരംഭം കോഴ്സിനകത്ത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതിന്റെ ഒരു ചെറിയ പ്ലേലിസ്റ്റിന്റെ ഭാഗം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. സോ ഈ ഒരു സിലബസിനകത്തുമുള്ള എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജോഗ്രഫിയുടെ സിലബസിന്റെ മൂന്നാമത്തെ പാർട്ടാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. ഏകദേശം 105+ വീഡിയോസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കേരള ജോഗ്രഫിയിൽ കേരള ഫിസിയോഗ്രഫി ഡിസ്ട്രിക്ട്സ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്നും കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രം തന്നെ നമ്മൾ ഒരുപാട് മേഖലകൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ഫോക്കസ് ചെയ്തത് ഓരോ ജില്ലകളെ കേന്ദ്രീകരിച്ച് പോകുന്നതിന് പകരം കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഫാക്റ്റുകളും, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ വള്ളംകളികൾ, കേരളത്തിലെ സർവകലാശാലകൾ എവിടെ, കേരളത്തിലെ തുറമുഖങ്ങൾ എവിടെ, കേരളത്തിലെ ഫോർട്ടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ലൈറ്റ് ഹൗസുകൾ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ലെക്ചേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. സോ ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും.
അതുപോലെ റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗവും നമ്മൾ വ്യക്തമായി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചും കേരളത്തിലെ വെജിറ്റേഷൻസിനെ കുറിച്ചും നദികളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചു. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് എന്ന് പറയുന്ന സിലബസിന്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന വൈൽഡ് ലൈഫിനെ കുറിച്ചും അതേപോലെ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രധാനപ്പെട്ട കാർഷിക വിളകളെ കുറിച്ചും അത് അവിടെ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുമെല്ലാം നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ ആൻഡ് എയർ, ഈ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റവും മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസും എല്ലാം നമ്മൾ പൂർണ്ണമായും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകളുടെയൊക്കെ പ്ലേലിസ്റ്റിന്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം വീഡിയോസ് ഉണ്ട് എന്നുമെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓരോ ടോപ്പിക്കിലും നമ്മൾ മാക്സിമം ഏരിയ കവർ ചെയ്യത്തക്ക രീതിയിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റയർലി നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയിലും നമ്മൾ ഏകദേശം 105+ ഓൺ ആൻ ആവറേജ് ഓരോ ടോപ്പിക്കിൽ നിന്നും കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 300+ വീഡിയോസ് നിങ്ങൾക്ക് ടോട്ടൽ ഈ പറയുന്ന 3 ടോപ്പിക്കിൽ നിന്ന് മാത്രം കാണാൻ പറ്റും. മാക്സിമം എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ജോഗ്രഫി ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ഇവിടെ പറയുവാൻ സാധിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കറണ്ട് അഫെയർ റിലേറ്റഡ് ടു റിലവന്റ് ടോപ്പിക്. ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഈ പറയുന്ന ജോഗ്രഫിയുടെ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്ത് ഏകദേശം 10-ലധികം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ജോഗ്രഫി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും കറണ്ട് അഫയേഴ്സിൽ. അങ്ങനെ നമുക്കൊരു കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും, ജോഗ്രഫി എന്ന് പറയുന്ന സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നപ്പോൾ PSC നൽകിയിരുന്ന സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതില് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് മുതലായ ഭാഗങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നോക്കൂ, ഇതിൽ തന്നെ ഹാർഡ്വെയർ പോർഷൻ എടുത്താൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ മെമ്മറി ഡിവൈസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ഭാഗത്തു നിന്ന് ഉള്ളത്. കൂടാതെ വിവിധതരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു, ഇന്റർനെറ്റ് സർവീസുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു, അതായത് സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ് സർവീസ്, മറ്റ് സർവീസസ്, പിന്നെ സൈബർ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. ഇനി ലക്ഷ്യം നൽകിയ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ 77 വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടി മാത്രം ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാനുള്ള സമയം 27 മണിക്കൂറായിരുന്നു. 77 ക്ലാസ്സുകൾ, ആകെ 27 മണിക്കൂറാണ് IT പോർഷന് വേണ്ടി ഞങ്ങൾ ക്ലാസ് നൽകിയത്. ഇത് ടോപ്പിക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ 26 വീഡിയോകളാണ് ഹാർഡ്വെയർ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. 21 വീഡിയോയാണ് സോഫ്റ്റ്വെയർ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 7 വീഡിയോയും, ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് 11 വീഡിയോയും, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇവ അടങ്ങുന്ന 11 വീഡിയോയും അടക്കം ആകെ 77 വീഡിയോയാണ് IT പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ചത്. അതായത് 27 മണിക്കൂർ അടങ്ങുന്ന 77 വീഡിയോ. ഇത്രയും വീഡിയോകളിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗം ഞങ്ങൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ ഉദ്യോഗാർത്ഥികളെ സസന്തോഷം അറിയിക്കുകയാണ്. ഇത് കൂടാതെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കൂടാതെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്നൊരു പോർഷൻ ഉണ്ട്. അതുകൂടാതെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എന്നൊരു പോർഷൻ പഠിക്കാനുണ്ട്. കൂടാതെ എൻവയോൺമെന്റൽ സയൻസ് എന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ ബയോഡൈവേഴ്സിറ്റി മുതലായ കാര്യങ്ങളും എൻവയോൺമെന്റ് ഇഷ്യൂസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു വേണ്ടി ആകെ ഞങ്ങൾ തയ്യാറാക്കിയ വീഡിയോയുടെ എണ്ണം 158 വീഡിയോയാണ്. ശ്രദ്ധിക്കുക, സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആകെ
തന്ന വീഡിയോകളുടെ എണ്ണം 158 55 മണിക്കൂറാണ് സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയത്. അതായത് 55 മണിക്കൂർ അടങ്ങുന്ന 158 വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 55 മണിക്കൂർ സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മേഖല പൂർണ്ണമായിട്ടും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഇതിനെ ടോപ്പിക് വൈസ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള ആകെ വീഡിയോകളുടെ എണ്ണം 64. കൂടാതെ 24 വീഡിയോകളാണ് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന ഭാഗത്തിലേക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എന്ന ഭാഗത്ത് 13 വീഡിയോകളും എൻവയോൺമെന്റ് സയൻസ് എന്ന ഭാഗത്ത് 56 വീഡിയോകളുമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആകെ 158 വീഡിയോകൾ. ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ തന്നെ IT എന്ന ഭാഗവും ടോപ്പിക്ക് പൂർണ്ണമായും തന്നെ ഞങ്ങൾ കവർ ചെയ്ത് തീർത്തിട്ടുണ്ടെന്നുള്ള വസ്തുത സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.